നമ്മൾ പകൽ വായിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വായിക്കുന്നു. പകൽ വായിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടെ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർന്നു. നമ്മളതിൽ ഒരു ഭാഗമാണ് പകൽ ചിന്തക്കെടുത്ത്, അത് തന്നെ നമ്മൾ തുടരുകയാണ്. അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട്. അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ടു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചിലതൊക്കെ കാണിക്കപ്പെടണമെങ്കിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ ദൈവം പ്രത്യേക തലങ്ങളിലേക്ക് കൊണ്ടുപോകും. അതിന് നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പഠനവും അറിവും ശരിയാണെങ്കിൽ നല്ല ആത്മീക ആരാധനയുള്ള എഫെസോസിലെ സഭയിൽ ഏതാണ്ട് 1/4 നൂറ്റാണ്ട് തുടർമാനം പാസ്സായിട്ടിരുന്ന ആളാണ് ധന്യനായ യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. 25 വർഷം ഏതാണ്ട് 100 വയസ്സോട് അടുക്കുന്ന വന്യവയോധികനും സ്നേഹത്തിൻ്റെ പ്രതിനിധിയുമായിരിക്കുന്ന യേശുവിൻ്റെ മാർബിടം ചാരിയ ഭക്തനായ മനുഷ്യൻ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളിലേക്ക് ദൈവം നടത്തി. തന്നെ കൊണ്ടുപോയി തിളപ്പിച്ചെണ്ണയ്ക്കകത്ത് മുക്കുന്നു, മാരക വിഷം കുടിപ്പിക്കുന്നു. ആ രാഷ്ട്രം ഭരിക്കുന്ന ഭരണാധികാരിയുടെ തലയ്ക്ക് മത്ത് പിടിച്ചിട്ടായിരിക്കും ആ മനുഷ്യനെ നാട് കടത്തുന്നു. നാട് കടത്തി പത്മോസ് എന്ന ഭീകരതയുള്ള തേളും വിഷപ്പാമ്പും രക്തദായികളായ കഴുകനുമൊക്കെയുള്ള സ്ഥലത്തേക്ക് കൊണ്ട് എറിഞ്ഞിട്ട് പോവുകയാണ്. എറിഞ്ഞതിന് ഒരിക്കലും മടങ്ങി വരരുതെന്ന് പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ പേര് മരണത്തിൻ്റെ താഴ്വര എന്നാണ്. പ്രൈസ് ദി ലോർഡ്. അത് വലിയ മരണത്തിൻ്റെ നിലവറയാണ്. അവിടെ പോയ ആരും തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ ഭക്തൻ ചെന്നപ്പോൾ അത് വെളിപ്പാടിൻ്റെ കലവറയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം മരണത്തിൻ്റെ നിലവറയെ വെളിപ്പാടുകളുടെ കലവറയാക്കിയത് ഒരു ഭക്തൻ അവിടെ ചെന്നപ്പോഴാണ്. അതുവരെ കണ്ടതോ അതുവരെ പ്രസംഗിച്ചതോ എഫെസോസിലെ പ്രസംഗക്കുറിപ്പിൽ പറഞ്ഞ ഒരു കാര്യമല്ല കണ്ടേ. അതുവരെ കാണാത്തത് ദൈവം അവനെ കാണിച്ചു. മറ്റാർക്കുമില്ലാത്തൊരു ശോധന, മറ്റാർക്കുമില്ലാത്തൊരു പ്രതിസന്ധി, മറ്റാർക്കുമില്ലാത്തൊരു ഒറ്റപ്പെടുത്തൽ, മറ്റാർക്കുമില്ലാത്ത പ്രതികൂലം നിനക്കുണ്ടെങ്കിൽ നീ ഓർത്തോ, ദൈവം നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത്, കാണാത്ത ചിലത് കാണിക്കാൻ പോകുകയാണ്. ഉറപ്പുള്ളവര് യേശുവിനെ ഇതുപോലെ കണ്ട ഒരാള് ഈ ഉലകത്തിൽ വേറെ കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാല്യകാല സ്നേഹിതനാന്നാ പറയുന്നത്. യേശുവിൻ്റെ അമ്മ മറിയയും യോഹന്നാന്റെ യാക്കോബിന്റെ സെബദി മക്കളുടെ അമ്മയും കസിൻസ് ആയതുകൊണ്ട് ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ളൊരു മനുഷ്യൻ. യേശുവിൻ്റെ 3.5 വർഷം ശുശ്രൂഷ കൂടെ നടന്നു കണ്ട മനുഷ്യൻ. യേശുവിൻ്റെ മറുരൂപമലയിലെ തേജസ്കരിക്കപ്പെട്ട രൂപം കണ്ട മനുഷ്യൻ. യേശുവിൻ്റെ കഷ്ടാനുഭവം ക്രൂശ് വരെ പുറകെ നടന്ന് ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് കണ്ട മനുഷ്യൻ. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ പല സന്ദർഭം കണ്ട മനുഷ്യൻ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. യേശുവിന്റെ സ്വർഗാരോഹണം സ്വന്തം കണ്ണുകൊണ്ട് കണ്ട മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച, കാണാത്തതിനെ കാണിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മണ്ഡലത്തിലേക്ക് തന്നെ ദൈവാത്മാവ് കൊണ്ടുപോകുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആദരണീയ ദൈവമക്കളെ, ആർക്കുമില്ലാത്തൊരു പ്രതിസന്ധി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് നിനക്കുണ്ടെങ്കിൽ, ദൈവത്തെ പരമാർത്ഥതയോടെ ആരാധിച്ചിട്ടും ദൈവത്തിന്റെ ശുശ്രൂഷ ആത്മാർത്ഥമായി ചെയ്തിട്ടും നിന്നാൽ ആവോളം നീ കർത്താവിന് വേണ്ടി ഓടിയിട്ടും മറ്റാർക്കുമില്ലാത്തൊരു ഒറ്റപ്പെടുത്തൽ, മറ്റാർക്കുമില്ലാത്തൊരു നിന്ന, മറ്റാർക്കുമില്ലാത്തൊരു അപമാനം നിനക്കുണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി ഓർത്തോ, ഇതുവരെ കാണാത്തതിനെ വിശ്വസിക്കുന്നവരെ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഇതുവരെ കാണാത്തതിനെ, ഇതുവരെ കാണാത്തതിനെ. ഹല്ലേലൂയ.
ചുടപരകൾ കരാതര. എന്താ യോഹന്നാൻ കണ്ടേ? 1-ാം അധ്യായത്തിൽ മഹത്വപൂർണനായ യേശുവിനെ കണ്ടു. 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത സഭയെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. 4-5 അധ്യായത്തിൽ സഭയുടെ സ്വർഗീയ ആരാധന കണ്ടു. 6 മുതൽ 7 വരെ അധ്യായത്തിൽ സഭയ്ക്കെതിരെ നിൽക്കുന്ന എതിർ ക്രിസ്തുവിന്റെ വ്യാപാരം കണ്ടു. 8 മുതൽ 18 വരെയുള്ള അധ്യായത്തിൽ ഇനി മേലാൽ സംഭവിക്കാനുള്ളത് കണ്ടു. ഓ സ്വതന്ത്രം എല്ലാരും പറഞ്ഞില്ല. 19-20 അധ്യായത്തിൽ മണവാട്ടി സഭയെ കണ്ടു. 21-22 അധ്യായത്തിൽ സഭയുടെ നിത്യത കണ്ടു. ഇത്രയും കാണിക്കാൻ തമ്പുരാൻ ആ മനുഷ്യനെ പൊക്കിയെടുത്തോണ്ട് പത്മോസിൽ കൊണ്ടിട്ടു. ഇന്ന് രാത്രിയിൽ നിനക്കൊരു പത്മോസ് ഉണ്ടെങ്കിൽ നീ കുറിച്ചിട്ടോ. ദൈവത്തിന്റെ ചില പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ നിറവേറാൻ പോകുക വിശ്വസിക്കുന്നവരെ മാത്രം പോരെ. ഈ രാത്രി നീ ആരാധിച്ച് ജയമെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിന്റെ പത്മോസ്, നിന്റെ കഷ്ടത, നിന്റെ ഒറ്റപ്പെടുത്തൽ, നിന്റെ നിന്ന, നിന്റെ അപമാനം ഇന്ന് രാത്രിയിൽ ഇതുവരെ കാണാത്തവയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, യേശുവിന്റെ വ്യത്യസ്തതയാർന്ന രൂപങ്ങൾ മുഴുവൻ മനുഷ്യാവതാരം എടുത്തതു മുതൽ സ്വർഗാരോഹണം വരെ നേരിട്ട് കണ്ട ഭക്തന് ഭയപ്പെടുന്ന ഒരു രൂപം കണ്ടിട്ടില്ല. ഭയപ്പെട്ടത് വായിക്കൂടെ 2 കൊമ്പ് കണ്ടോ? കൊമ്പിനിടെ കൂടെ നീണ്ടു കിടക്കുന്ന തുമ്പിക്കൈ കണ്ടോ? 2 വാളും 2 കുന്തവും വെച്ച് 10 തലയുമായിട്ട് കണ്ടൊന്നും അല്ല പേടിച്ച്. സ്തോത്രം. മുടി ഹിമത്തെ കാട്ടി വെണ്മ, മുഖം സൂര്യനെ കാട്ടി ശോഭ, മാറത്ത് പൊൻകച്ച, ഉലിയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാല്. ഓ ഹല്ലേലൂയ. നിലയങ്കി ധരിച്ച് നിലവിളക്കിന്റെ നടുവിൽ, ഹല്ലേലൂയ, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ സഭയുടെ ദാസന്മാരെ നക്ഷത്രങ്ങളെ പോലെ കരങ്ങളിലേന്തി ഉലാവുന്ന യേശുവിന്റെ രൂപം കണ്ടു. ഈ രാത്രി ദൈവത്തിന്റെ പേരെ ഇതുവരെ കാണാത്തവ ചിലത് നിന്നെ കാണിക്കാൻ ഈ രാത്രി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവര് ഹല്ലേലൂയ. താൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒറ്റപ്പെട്ടു പോയെന്നുള്ളതല്ല. 1, 2, 3 എന്ന ക്രമത്തിൽ കൊല്ലാൻ നോക്കിയിട്ട് മരിക്കാത്തത് കൊണ്ട് മരിക്കാൻ നാട് കടത്തിയേക്ക്. അടുത്ത പ്രശ്നം മരണമാണ്. ഏതു നിമിഷവും തന്നെ മരണം സംഭവിക്കാം. എന്നേരം പ്രത്യക്ഷപ്പെട്ട മഹത്വപൂർണൻ ആദ്യം പറയുകയാണ്, എൻ്റെ പൊന്നു മോനെ ഭയപ്പെടണ്ട. അടുത്തിരിക്കാളുടെ കൈ കൊടുത്ത് പറ, ഭയപ്പെടണമെന്ന് പറ. അതെങ്കിലും ഭയപ്പെടാതെ പറ. പ്രൈസ് ദി ലോർഡ്. ആ പറയുമ്പോഴെങ്കിലും നിന്റെ മുഖത്തൊരു ഭയം വരാതെ പറഞ്ഞേ, ഭയപ്പെടണമെന്ന് പറഞ്ഞേ. നിന്നെ ഒതുക്കാൻ ഈ ലോകം മൊത്തം നോക്കിയാലും, നിന്നെ തകർക്കാൻ സർവ്വ മനുഷ്യരും കൂടെ നോക്കിയാലും, നിന്നെ മിനിസ്ട്രി ഇല്ലാതാക്കാൻ, നിന്റെ ശുശ്രൂഷ ഇല്ലാതാക്കാൻ, നിനക്ക് മാത്രം ദൈവം തന്ന പ്രോജക്റ്റ് ഇല്ലാതാക്കാൻ ഉലകം മുഴുവനും കൂടെ നിനക്കെതിരെ പറഞ്ഞാലും ദൈവം തുടങ്ങി വച്ചതിനെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഓ, കർത്താവ് പറഞ്ഞു, എൻ്റെ മകനെ ഭയപ്പെടണ്ട. നീ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന വിഷയത്തെ ഞാൻ ജയിച്ചോനാ. ഭയപ്പെടാണ്ട് ചുമ്മാ പറഞ്ഞല്ല. എടാ, ഞാൻ മരിച്ചോനായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഇതുവരെ യോഹന്നാനോട് പറയാത്തൊരു കാര്യം ദൈവം പറഞ്ഞു, ഞാൻ മരിച്ചോനായിരുന്നു. നീ ഇപ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ? നീ പ്രതീക്ഷിക്കുന്നതിനെ ഞാൻ കവർ ചെയ്തവനാ. ഞാൻ ആ വഴിയെ പോയത് രാത്രി വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഞാൻ മരിച്ചവനായിരുന്നു. ആരോടോ ശക്തമായി ദൈവം ഇടപെടുക. നീ ഭയപ്പെടുന്ന വിഷയത്തെ ഇന്ന് രാത്രി ജയിച്ച ഒരുവൻ ഇവിടെയുണ്ട്.
ഹല്ലേലൂയ. ഞാൻ മരിച്ചവനായിരുന്നു. ഇവൻ മരിക്കാൻ തുടങ്ങുക. അവനോട് പറഞ്ഞു ഞാൻ മരിച്ചവനായിരുന്നു. അടുത്തത് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പകല് പറഞ്ഞ ദൂത് ആവർത്തിക്കുന്നു. പാണ്ഡികശാലയുടെ ഉടമസ്ഥൻ പറവോനായിരിക്കും. താക്കോൽ നിന്റെ കയ്യിലാണ്. ജോസഫ് തീരുമാനിക്കുന്ന ആർക്ക് കൊടുക്കണമെന്ന്. ഇന്ന് രാത്രി പല പാണ്ഡികശാലകളുടെ താക്കോലുകൾ വിശ്വസിക്കുന്ന വെളിപ്പാടുള്ള ഭക്തന് കൈമാറാൻ കരുത്തുള്ള ദൈവമുണ്ട്. ഓ, വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഇന്ന് രാത്രി യേശു പറയാണ്, മകനെ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യില്. Praise the Lord. Praise the Lord. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ അർത്ഥാൽ മരിച്ച പോലായിപ്പോയി. സ്തോത്രം. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ധൈര്യവും പോയിട്ട് താൻ മരിച്ചവനെ പോലെ വീണു. സ്തോത്രം. കർത്താവ് അവനെ തൊട്ടങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു. എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ളത്, ചിലതിനെയൊക്കെ ദൈവം മറയ്ക്കുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായില്ല. ഈ 40 വർഷം ഈ കൊട്ടാരത്തിൽ നിന്ന് ഇവനെ മിദ്യാന്യ പുരോഹിതന്റെ ആടിനെ മേയ്ക്കാൻ വിട്ടത് പറവോന്റെ മുഴുവൻ പോലീസും മുഴുവൻ പട്ടാളവും മുഴുവൻ സൈന്യവും കൂടെ നോക്കിയിട്ട് തപ്പി പറക്കിയിട്ട് മോശയെ കണ്ടില്ല. തമ്പുരാൻ മറച്ചാൽ, ഉലകം മുഴുവൻ നോക്കിയാൽ, ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏറ്റെടുക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. തമ്പുരാൻ നിന്നെ ഒരു സമയത്തേക്ക് മറച്ചാൽ, ഓ, 40 വർഷം മോശയെ ദൈവം മറച്ചു. സ്തോത്രം. ചില നാളുകൾ യോഹന്നാനെ ദൈവം മറച്ചു പത്മോസിൽ. ആരും കണ്ടിട്ടില്ലാത്തത് അവനെ കാണിക്കാൻ. മോശ ചോദിച്ചു കാണും, കൊട്ടാരത്തിലെ റോയൽ ഫുഡ് കഴിച്ചുകൊണ്ട് റോയൽ കട്ടിലേല് കിടന്ന എന്നെ, ഈ ആടിനെ തീറ്റി ആട്ടുതൊരുത്തി കിടക്കേണ്ട ഗതികേട് വന്ന എന്നാ? മറുപടി ഉണ്ട്, ഇതുവരെ കാണാത്തതിനെ നിന്നെ കാണിക്കാൻ പോവാ. ലോകത്തിലാരും കാണാത്തതിനെ നിന്നെ കാണിക്കാൻ പോകുകയാ. അവനെ ജനിച്ചപ്പോൾ അമ്മ സുന്ദരനെന്ന് കണ്ടു. വളർന്നപ്പോൾ ഇസ്രായേലിനും മിസ്രൈമിനും അടി പുള്ളി കണ്ടു. പക്ഷെ ഇതുവരെ കാണേണ്ടത് കണ്ടില്ല. കാണേണ്ടത് കാണാൻ വില കൊടുക്കണം. അതിന് ദൈവം അവനെ 40 വർഷം മറച്ചു. ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാ. വില കൊടുക്കാൻ നീ തയ്യാറായാൽ, ചില ദിവസങ്ങൾ വില കൊടുക്കാൻ തയ്യാറായാൽ, നീ ഇതുവരെ കാണാത്തതിനെ കാണാൻ പോകുകയാ. നിന്റെ വെളിപ്പാടുകളുടെ തലം ദൈവം മാറ്റാൻ പോകുകയാ. നിന്റെ ശുശ്രൂഷയുടെ തലം ദൈവം മാറ്റാൻ പോകുകയാ. നിന്റെ അഭിഷേകത്തിന്റെ തലം ദൈവം മാറ്റാൻ പോകുകയാ. 40 വർഷം പരിഭവമൊന്നും ആരോട് പറയാൻ? ആടിനോട് തന്നെ പരാതി പറയാന്. സ്തോത്രം. 40ാമത്തെ വർഷം ഈ ആടിനെ തീറ്റി നടന്ന് കോരേബിന്റെ അടിവാരത്ത് വന്നു. സ്തോത്രം. അപ്പൊ നാട്ടിൽ മൊത്തം പരസ്യമായി എവിടോ പോയി, ആളിനെ കാണാനില്ല. പറവൻ വിലയിട്ട് കാണും. മോശയുടെ തലയ്ക്ക് $10 ലക്ഷം. പ്രൈസ് ദി ലോർഡ്. കണ്ടെത്തി തരുന്നവന് 10 ലക്ഷം. പക്ഷെ എവിടെ കിട്ടാൻ? 40 വർഷമായിട്ട് അഡ്രസ് ഇല്ല. പക്ഷെ 40ാമത്തെ വർഷം അവൻ നോക്കിയപ്പോൾ അതുവരെ കാണാത്തത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതുവരെ കാണാത്തത് ഇന്ന് രാത്രി കാണുമെന്ന് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ഈ രാത്രി വരെ കാണാത്തത്. ഓ, വിശ്വസിക്കുന്നവന്റെ ആരാധന ഇതല്ല. ഏറ്റെടുക്കുന്നവന്റെ ആരാധന ഇതല്ല.
ഇതുവരെ കാണാത്ത ചില മേഖലകളിൽ കൂടെ ദൈവം നിന്നെ നടത്താൻ പോകുകയാ. ഹല്ലേലൂയ. അവൻ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് കത്തുന്നു, പക്ഷെ മുള്ളു വെന്തു പോകുന്നില്ല. ഈ അപൂർവ കാഴ്ച എന്തെന്ന് കാണാൻ നടന്നെടുത്തു. അടുത്തപ്പം ദൈവം പറഞ്ഞു, അടുക്കുന്നത് സൂക്ഷിക്കണം, നീ ഇതുവരെ അടുത്ത സംഭവമൊന്നും അല്ലിത്. പ്രൈസ് ദി ലോർഡ്. എനിക്കതിനകത്ത് ഏറ്റവും സന്തോഷമുള്ളൊരു വാക്യമുണ്ട്. വാക്യമെല്ലാം വായിപ്പിക്കാൻ സമയമില്ലെങ്കിലും 33-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ ഒന്ന് വായിക്കണം വേഗത്തിൽ. പുറപ്പാട്. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും മിസ്രൈം ദേശത്ത് നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യൻ, അമോര്യൻ, ഹിത്യൻ, പെരിസ്യൻ, ഹിവ്യൻ, യെബൂസ്യൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. വഴി വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല. നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. എല്ലാം വായിക്കണ്ട, നമുക്ക് അതിന്റെ 11-ാമത്തെ വാക്യം മാത്രം വേഗം ഒന്ന് വായിച്ചാട്ട്. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. നോക്കി, നമ്മൾ ആ പാരഗ്രാഫ് മൊത്തം വായിക്കേണ്ടതാണെങ്കിൽ സമയമില്ലാത്തതുകൊണ്ടാണ്. ആടിനെ തീറ്റി നടന്നവനെ ദൈവം മാറ്റിയെടുത്ത് കാണാത്തതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ മോശ ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറിയെന്ന് മാത്രമല്ല, ദൈവം അവനോട് സംസാരിക്കുന്നത് ആരോട് സംസാരിക്കുന്ന പോലാ? ഒരു സ്നേഹിതനോട്. ഇവിടെ 20 വർഷം 30 വർഷം 40 വർഷമൊക്കെ ആയിട്ട് വിശ്വാസിലായവരുണ്ട്. ദൈവത്തോട് സ്നേഹിതനോട് സംസാരിച്ച പോലെ സംസാരിച്ച എത്ര പേരുണ്ട്? ഹല്ലേലൂയ. സംസാരിച്ചവൻ ദൈവം പറയാണ്, ഞാൻ ഇവനെ അടുത്തറിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. നമ്മളെ അടുത്തറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒന്നും മാറിയാൽ, നമ്മുടെ ദർശനം ഒന്നും മാറിയാൽ ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാമേ, തെറ്റിദ്ധരിക്കല്ലേ. ദൈവത്തെ വിളിക്കുന്നവരുമുണ്ട്, ദൈവം വിളിച്ചവരുമുണ്ട്. ദൈവത്തെ വിളിക്കുന്നവൻ കുറേ അത്ഭുതം കാണും. പനി മാറി, ചൊറി മാറി, ക്യാൻസർ മാറി, ട്യൂമർ മാറി, ലുക്കേമിയ മാറി, വീട് കിട്ടി, കാറ് കിട്ടി, ജോലി കിട്ടി, പ്രൊമോഷൻ കിട്ടി, വിദേശത്ത് പോയി, IITs പാസ്സായി, അങ്ങനെ കുറേ അത്ഭുതം കാണും. പക്ഷെ ദൈവം വിളിച്ചവനുണ്ടല്ലോ, അത്ഭുതമാകും. അത്ഭുതമാകും. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ 21-ന് ഞാനിവിടെ വന്നായിരുന്നു. അന്ന് ഉപവസിച്ചവരെ, പ്രാർത്ഥിച്ചവർ ദൈവത്തെ വിളിച്ചു. അവർ കുറേ അത്ഭുതങ്ങൾ കണ്ടു, ഇന്നും കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ഈ 21 നിങ്ങൾ വന്നിട്ടുണ്ട്, കുറേ അത്ഭുതം കാണും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നീ ഒരു അത്ഭുതമാകാൻ കൊതിക്കുന്നുണ്ടോ? ദൈവം വിളിച്ചവൻ ഈ രാത്രി ദൂതേറ്റെടുക്കണം. ദൈവം വിളിച്ചവൻ. ഓ ഹല്ലേലൂയ. കോരേബിന്റെ കത്തുന്ന ദർശനം പ്രാപിച്ച മോശ ദൈവത്തെ വിളിച്ചെന്നല്ല, ദൈവം മോശയെ വിളിച്ചു. മോശേ, എന്റെ കൂടെ ഒന്ന് പറയണേ. ഇതുവരെ കാണാത്തവയെ കണ്ട മോശ കണ്ട അത്ഭുതം നോക്കി നടന്ന് കാണുമ്പോൾ ദൈവം മോശയെ വിളിച്ചു. മോശേ. ഓ, ദൈവം, നമ്മളൊക്കെ ദൈവത്തെ വിളിച്ചാൽ മുഖത്തൊരു ചെറിയ പ്രകാശം വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പ്രാവശ്യം 3 ദിവസത്തേക്ക് UK പോയി. വെള്ളിയാഴ്ച അവിടെ രാവിലെ ചെന്നു, ഹീത്രൂവിൽ ഇറങ്ങി, തിങ്കളാഴ്ച തിരിച്ചു പോന്നു, ചൊവ്വാഴ്ച വീട്ടിലെത്തി. ഞാനിവിടെ ചെന്ന് വിസായ്ക്ക് വേണ്ടി സ്റ്റാമ്പ് ചെയ്യാൻ നിൽക്കുമ്പോൾ അകത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരിയായ മാതാമ്മയാണ്. എന്നെ കണ്ടുകൊണ്ട് ചോദിച്ചു, യു ആർ എ പാസ്റ്റർ? ഞാൻ പറഞ്ഞു, ഐ ആം എ പാസ്റ്റർ. പിന്നെ ഒന്നും ചോദിച്ചില്ല, സീലടിച്ചു. ഞാൻ ഇറങ്ങി പോവുകയും ചെയ്തു. ഇതിലേ പാൻ പറഞ്ഞു. ഹലോ,
ഓ, ഞാൻ അവിടുന്ന് പോയൊരു പോക്കുണ്ട്, എന്നോ പ്രൗഡാണെന്നറിയാം. ഞാൻ പാസ്റ്റർക്ക് ഇത്രയും വിലയുണ്ടെന്ന് അറിഞ്ഞത് എൻ്റെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണമെന്നേ. ദൈവം വിളിച്ചവന്റെ മുഖത്ത് ഒരു പ്രകാശമുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് കൊതിക്കുന്നുണ്ട് നിന്റെ മുഖത്ത് ദൈവിക തേജസ്സിന്റെ പ്രഭ ഒന്ന് അടിക്കാൻ കൊതിക്കുന്നവർ ഈ രാത്രി നന്നായി ദൈവത്തെ ഒന്ന് ആരാധിച്ച് ദൈവത്തിന്റെ തേജസ് നിന്റെ മുഖത്ത് പ്രകാശിക്കും. ഓ, പർവ്വതം വിട്ടിറങ്ങി വന്നപ്പം ജനമെല്ലാം കൂടെ പറഞ്ഞു, ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് അത്യാവശ്യമായിട്ട് വേണം, മുഖത്തൊരു തുണി വെച്ചൊന്ന് മറയ്ക്കണം, ഞങ്ങൾക്ക് നിന്റെ മുഖത്ത് നോക്കാൻ വയ്യ. എല്ലാവരും ഇവിടെ ഉണ്ടോ? ദൈവത്തിന്റെ പ്രഭയുടെ ഒരു ഫ്ലാഷ് അടിച്ചതേ ഉള്ളൂ. ഫ്ലാഷ് അടിച്ചവന്റെ മുഖത്ത് നോക്കാൻ ജനം പേടിച്ചു. ഇന്ന് രാത്രി പട്ടണം നിന്നെ കണ്ട് ഭയപ്പെടണം. ഉപവാസത്തിന്റെ 15ാമത്തെ രാത്രിയിൽ നിന്നെ കണ്ട് ഭയപ്പെടണം. നിന്റെ മുഖത്ത് ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭ വ്യാപരിക്കുവാൻ ഏറ്റെടുക്കുന്നവൻ ഈ രാത്രി മൗനമായിരിക്കരുത്. നീ ഒന്ന് ആഗ്രഹിച്ച് കൊതിച്ച് പ്രാർത്ഥിച്ച് നിന്റെ മുഖത്ത് ഈ രാത്രി പ്രകാശമുണ്ടാകണം. അവൻ ദൈവത്തെ വിളിക്കുന്നവൻ അത്ഭുതം കാണും, ദൈവം വിളിച്ചവൻ അത്ഭുതമാകും. ദൈവത്തെ വിളിച്ചവന്റെ മുഖത്തൊരു പ്രകാശം വരും, പക്ഷെ ദൈവം വിളിച്ചവൻ പ്രകാശമാകും. ഈ രാത്രി നിന്റെ മുഖം പ്രകാശിക്കണം, നിന്റെ ത്വക്ക് പ്രകാശിക്കണം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കൊടിയ ചെന്ന അതും ബെന്യാമീൻ ഗോത്രത്തിലെ കൊടിയ ചെന്ന കൊന്നു കയറി വരുക. ഈ തമിഴ് പുലി പ്രഭാകരനൊക്കെ വരുന്ന പോലെ കയറി വരുക, കുതിരപ്പുറത്ത് ഇങ്ങനെ പാഞ്ഞു വരിക. പുള്ളി ഞെട്ടിച്ചൊരു കാര്യമുണ്ട്. ചുറ്റും നിന്ന് നാട്ടുകാര് അധികാരത്തിന്റെ കൽപ്പന പ്രമാണിച്ച് എറിഞ്ഞൊരുത്തിനെ തകർക്കുമ്പോൾ കൊള്ളുന്നവന്റെ മുഖം, ഈ ശൗല് പിന്നെയും നോക്കുക. ഹല്ലേലൂയ. അവന്റെ മുഖം കരിവാളിക്കല്ല, പിന്നെയും സൂര്യശോഭ പോലെ വരികയാ. ഇന്ന് രാത്രി ഓർത്തോണം, ദൈവം വിളിക്കുന്നവന്റെ മുഖം. ഓ, ശിവരബലബലബസ്. ഹല്ലേലൂയ. ബെന്യാമീൻ ഗോത്രത്തിലെ കൊടിയ ചെന്നായായ ശൗല് ഏറുകൊണ്ട് പിടഞ്ഞു വീണ് ചാകാൻ തുടങ്ങുന്നവന്റെ മുഖത്തെ വെളിച്ചം കണ്ടപ്പോൾ അന്നേരം എനിക്ക് തോന്നുന്നു ആ വെളിച്ചത്തിൽ തന്നെ കണ്ണിന്റെ പകുതി കാഴ്ച പോയി, തമ്പുരാന്റെ അടി ബാക്കിയൂടെ പോയി. ഒരല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി നീ മടങ്ങി പോകുമ്പോൾ നിന്റെ മുഖത്ത് വെളിപ്പെട്ട ദൈവ തേജസ് കണ്ട് ഈ പട്ടണത്തിലെ പൈശാചിക വ്യാപാരങ്ങൾ നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ സഭയ്ക്ക് വിരോധമായി, നിന്റെ ആത്മീക വെളിപ്പാടുകൾക്ക് വിരോധമായി വ്യാപരിക്കുന്ന പോരുകൾ ഇന്ന് രാത്രി അഴിയണം. ഓ റബ ശബ്ദര രഗമനെ വശസൈഡര. ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. അപ്പൊ യോഹന്നാൻ പത്മോസിൽ കിടന്നുകൊണ്ട് കാണുകയാണ്. എന്താ കണ്ടത്? ഹിമത്തേക്കാൾ വെണ്മയുള്ള മുടിയുള്ള, സൂര്യശോഭയെ വെല്ലുന്ന മുഖമുള്ള, ഉലയിൽ ഊതി പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാലുള്ള, അതേ വെള്ളമൊന്നും മുട്ടിയാ കരിയാത്തൊരു സാധനമില്ല. ആ കാലിന്റെ സ്പർശനമേറ്റാൽ ഈ പട്ടണത്തെ മുഴുവൻ ദുർഭൂതങ്ങൾ കരിയും. നിന്റെ കുടുംബത്തെ വെല്ലുവിളിച്ചു നിൽക്കുന്ന, നിന്റെ അഭിഷേകത്തെ ചോദ്യം ചെയ്യുന്ന, നിന്റെ ആത്മീയ ആരാധനയെ വിരൽ ചൂണ്ടുന്ന പല പോരുകൾ കരിയണമെങ്കിൽ ഇന്ന് രാത്രി ഒരുവൻ ഇവിടെ നടകൊള്ളുന്നുണ്ട്. ഹല്ലേലൂയ. ഓ റബ ശബ്ദര രഗമന. ഓ, ഇത്രയും ദിവസം യോഹന്നാൻ എഫെസോസിലെ സഭയുടെ ആരാധനയെ കേട്ടിട്ടുള്ളൂ, അവിടുത്തെ കയ്യടി, അവിടുത്തെ പാട്ടുമൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷെ അതിനൊന്നും പെരുവെള്ളത്തിന്റെ ഇരച്ചിലില്ല. സ്വോത്രം പറഞ്ഞില്ല.
പക്ഷേ യഥാർത്ഥമായി അതുവരെ കാണാത്ത ഒന്നിനെ കണ്ടപ്പോൾ ആരാധന പുള്ളി കേട്ടു. അതിവിടുത്തെ കേരളത്തിലെ മൊത്തം പെന്തിക്കോസുകാരെ കൂടിയാൽ ആ ശബ്ദമില്ല. അല്ലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിനാദം പോലെ, പുരുഷാരത്തിന്റെ ഘോഷം പോലെ അവിടെ ഉയർന്ന ഒരു ആരാധനയുണ്ട്. ഇന്ന് രാത്രി നീ ആരാധന ആത്മാവി കാണണം. ഓ ആത്മാവിന്റെ നിറവിൽ ഇന്ന് രാത്രി ഒരു ആരാധന നീ ആരാധിച്ചാൽ അഴിയാത്ത ബന്ധനമില്ല, അഴിയാത്ത കെട്ടുകളില്ല. യെസ്, ഈ തിരുവനന്തപുരം പട്ടണത്തിൽ അധികാരത്തിരിക്കുന്ന ഗവൺമെന്റ് പോലും പിടികിട്ടാത്ത നന്മകൾ മൂടി വച്ചേക്കുന്ന അന്ധകാര ശക്തികളുണ്ട്. കോടികളുടെ നന്മകൾ പൂട്ടി ആഴത്തി വെച്ചിട്ട് അതിന്റെ മീതെ അധിവസിക്കുന്ന വ്യാപാരമുണ്ട്. ഇന്ന് രാത്രി നീ ഒന്ന് ആത്മാവിൽ ആരാധിച്ചാൽ എപ്പസോസിലെ അർത്തമീസും അറിഞ്ഞതുപോലെ പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ പട്ടണത്തിൽ ഉയർന്നു നിൽക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളെ അടിവേര് പറിച്ച് അതിനെ ഇന്ന് രാത്രി മറിക്കാൻ കരുത്തുള്ള വിശ്വസിക്കുന്നവൻ രാത്രി ആരാധിക്കണം. വിശ്വസിക്കുന്നവൻ ഈ ആരാധനയുടെ ഘോഷം ബഹുദൂരം എത്തേണ്ടതിന് ഓ രക്തത്താലെ വചനത്താലെ ജയം, ആത്മാവിനാലെ ജയം. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ ടോട്ടലി രാത്രി മാറണം. സ്തേഫാനോസ് ആദ്യ ആരംഭവും അവസാനം എല്ലാം ഒറ്റ പ്രസംഗം പ്രസംഗിച്ചു. കന്നിപ്രസംഗവും കടശി പ്രസംഗവും എല്ലാം ഒറ്റ ദിവസമായിരുന്നു. കായ്ച്ചതും കടലാട്ടിയതും എല്ലാം ഒരു ദിവസമാണ്. ഞങ്ങളുടെ റാന്നിക്കാർ പറയുന്ന പോലെ എല്ലാം ഒന്നിച്ച് സംഭവിച്ചു. എന്തിനാ ഒത്തിരി പ്രസംഗിക്കുന്നത്? ഒറ്റ പ്രസംഗം പോലെ. തുടങ്ങിയത് ഇസ്രായേലിന്റെ ചരിത്രത്തെ മാറ്റിക്കൊണ്ട. ഇസ്രായേലിന് ഇതുവരെ അറിയാവുന്ന കാര്യം നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനി വന്ന് പാർത്തത് തൊട്ടേ അറിയത്തുള്ളൂ. പക്ഷേ അടുക്കളയെ ശുശ്രൂഷിക്കുന്ന 70-ൽ ഒരുവൻ ആത്മാവ് പ്രാപിച്ചപ്പോൾ പറഞ്ഞു, സഹോദരന്മാരായ പുരുഷന്മാരെ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനി വന്ന് പാർക്കും മുമ്പേ, ഒരു സ്തോത്രം പറയണം, അവന്റെ വെളിപ്പാടിന്റെ തലം മനസ്സിലായോ? ഇതുവരെ ഇസ്രായേലിന് അറിയാത്ത ചരിത്രത്തെ മാറ്റുകയാ. അവൻ അടുക്കളയിലെ കഞ്ഞി വിളമ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാ. പക്ഷെ അവൻ പറയാണ്, വന്നു പാർക്കും മുമ്പേ. ഓ, വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് വന്നു പാർക്കുന്നതിന് മുമ്പേ അങ്ങ് മമ്മറയുടെ തോപ്പിലിരിക്കുമ്പോൾ ആരെ കണ്ടു? അറിയത്തില്ല. 7-ാം അധ്യായം 1 മുതൽ 3 വരെ അപ്പോസ്തല പ്രവൃത്തി. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി. ആരെ കണ്ടു? നിലനിൽക്കുന്ന മണ്ഡലത്തിൽ നിന്ന് 75 വർഷം പിന്തുടർന്ന പാരമ്പര്യത്തിൽ നിന്ന് ഒരു മനുഷ്യന് ഇറങ്ങണമെങ്കിൽ ചുമ്മാ ഒന്നും ഇറങ്ങത്തില്ല. ഹല്ലേലൂയ. അവന്റെ ഒരു കുടുംബ മഹിമയുണ്ട്. അവൻ നമ്മുടെ കൂട്ട് സാധാരണ കേട്ട വീട്ടിലൊന്നും പിറന്നവനല്ല. അക്കാലത്തെ ഏറ്റവും വലിയ ഈറ്റപ്പുലിയെക്കാട്ടിൽ വേഗതയുള്ള, പുള്ളിപ്പുലിയെക്കാട്ടിൽ വേഗതയുള്ള കൽദയ പാരമ്പര്യത്തിൽ ജനിച്ചോനാ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന് പേടിയുള്ള ഒരു സമൂഹമായിരുന്നു കൽദയര്. ആ കൽദയരെ പാരമ്പര്യത്തിന് നല്ല കുടുംബത്തിൽ പിറന്നവൻ അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. ചുമ്മാതൊന്നും സാധാരണ ഉപദേശി തോടന്ന് തഞ്ചിയിട്ട് 2 ട്രാക്റ്റും കൊടുക്കാൻ ചെന്നാ ഒന്ന് ഇറങ്ങിത്തിരിക്കുന്ന ആളല്ല. അതറിയാവുന്ന ദൈവം വെളിപ്പെട്ട രീതി കണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവൻ ഒരുപാട് ദൈവങ്ങളെ അവൻ അറിയാം. പക്ഷേ ഇതുവരെ കാണാത്തത് അവൻ കാണാൻ പോവാ. 75 വർഷം കാണാത്തത് അവൻ കാണാൻ പോകുകയാ. അവൻ കണ്ടത് സാധാരണ ദൈവത്തെ അല്ല, അവൻ തേജോമയനായ ദൈവത്തെ കണ്ടു.
ഈ രാത്രി സന്തോഷമുള്ളവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. നീ കണ്ട ദൈവത്തിന്റെ രൂപം ഒന്ന് വേറെ. തേജോമയനായ ദൈവത്തെ കണ്ടു. കണ്ട ദൈവം പറഞ്ഞു, ഈ പാരമ്പര്യം വിടണം. ഞാൻ സാറായുമായിട്ടൊക്കെ ഒന്ന് ആലോചിച്ച്, തേരക് എൻ്റെ അപ്പനാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠൻ മരിച്ചുപോയി. പുള്ളിക്ക് ഒരു കൊച്ചു ചെറുക്കനുണ്ട്, അവൻ്റെ പേര് ലോത്തെന്നാണ്. ഇപ്പോൾ അപ്പനില്ലാത്തതുകൊണ്ട് ഉപ്പാപ്പനായി ഞാനാണ് വളർത്തുന്നത്. എനിക്കങ്ങനെ ചാടി ഇറങ്ങി ഒരു തീരുമാനം എടുക്കാതെ അങ്ങനെ ഇറങ്ങി തിരിച്ചാൽ കൊച്ചൻ്റെ കല്യാണം അങ്ങനെ നടക്കും. ഹലോ, പ്രൈസലോ, പ്രൈസലോ. സ്കൂളുള്ളതും ഈ പാരമ്പര്യം ഉള്ളവരുടെ കയ്യിലാണ്. അപ്പോൾ പിന്നെ അഡ്മിഷൻ എവിടെ കിട്ടും? കോളേജ് ഉള്ളതും ഈ പാരമ്പര്യക്കാരുടെ കയ്യിലാണ്. സ്തോത്രം. ശവക്കോട്ടയം അവരുടെ കയ്യിലാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. അതുകൊണ്ട് ചാടി കയറി അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കാനൊക്കത്തില്ല. വളരെ ആലോചിച്ച് പ്രാർത്ഥിച്ച് ഒരു തീരുമാനം പിന്നെ പറയാമെന്ന് പറഞ്ഞില്ല. കണ്ടത് തേജോമയനായതുകൊണ്ട് തീരുമാനമെല്ലാം സഡൻലിയാ. ഇന്ന് രാത്രി നീ തീരുമാനമെടുത്താൽ, ഈ രാത്രി തീരുമാനമെടുത്ത കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തരും. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞു, തേജോമയനായ എന്നെ കണ്ടോ? കണ്ടു. ഞാനൊരു ദേശം കാണിക്കാൻ പോവാം. അതുവരെ കാണാത്തതിനെ കാണാൻ ഇറങ്ങാൻ പറഞ്ഞു. അതുവരെ കാണാത്തതിനെ കാണാൻ ഇറങ്ങാൻ പറഞ്ഞു. പറഞ്ഞപ്പോ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ചത്തുപോയ സഹോദരന്റെ കൊച്ചനെ വിളിച്ചു, അപ്പനെ വിളിച്ചു, യൂപ്പർട്ടീസ് ഇറങ്ങി കയറി ഒരൊറ്റ പോക്ക് പോയപ്പോ നാട്ടുകാരി ചോദിച്ചു, എവിടെ പോവാ? ഉത്തരം പറഞ്ഞു, കാണിപ്പാനിരിക്കുന്നത് കാണാൻ പോവാ. ഈ രാത്രി കാണിപ്പാനിരിക്കുന്നത് കാണാൻ ഇറങ്ങി എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയുടെ മുൻപിൽ വെളിപ്പാടുകളുടെ തലം മാറ്റാൻ ദൈവം ഈ രാത്രി ചിലത് കാണിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരെ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഓരാ ബാബാ. ജീവിതകാലം മുഴുവനെ പണ്ട് മെസപ്പൊട്ടോമിയെ കണ്ട തേജോമയനായ ദൈവത്തിന്റെ സാക്ഷ്യം കൊണ്ട് നടന്ന ആളല്ല പ്രകാരം. തന്റെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് കണ്ട ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് മാറിക്കൊണ്ടിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? തന്റെ ചേട്ടന്റെ മോനെയും ഭാര്യയും രണ്ട് പിള്ളേരെയും എല്ലാം കൂടെ 3-4 രാജാക്കന്മാർ വന്ന് പിടിച്ചോണ്ടങ്ങ് പോയി. സ്വത്തെല്ലാം അപഹരിച്ചുകൊണ്ട് പോയി. ഇത് കേട്ടോടനെ പെട്ടെന്ന് പുള്ളിക്കാരന് മുൻപും പിൻപും നോക്കിയില്ല. 318 അഭ്യാസം പറഞ്ഞ് പെട്ടെന്ന് ആയുധം എടുത്ത് ഇറങ്ങിക്കോളാം പറഞ്ഞ് ഒറ്റ പോക്ക് പോയി. ഒറ്റ പോക്കി എന്ന് രാജാക്കന്മാരെ തോപ്പിച്ചു, അടിച്ച് നൂർത്ത് ഈ ലോത്തിനെയും ഭാര്യയും പിള്ളേരെയും സമ്പത്തുകളായിട്ട് തിരിച്ചു വരിക. ഇതെല്ലാം മിന്നൽ വേഗത്തിൽ നടന്നു. വീട്ടിൽ വന്നു. ലോത്തും ഭാര്യയും പിള്ളേരും അവരുടെ വഴിക്ക് പോയി. സമ്പത്തും കൊണ്ട് അവർ പോയി. 318 അഭ്യാസി കൂടാരത്തിലും പോയി. പുള്ളി തന്നെയായി. തന്നെ ഇരുന്നപ്പോഴാണ് ഓർത്ത് എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ടായിരുന്നു. വലിയ ആവേശത്തിൽ ആരാന്ന് ഞാൻ പറഞ്ഞേ? കൽദയ പാരമ്പര്യം പുലിയെക്കാട്ടി വേഗതയുള്ള ആ വേഗതയിൽ ചെന്ന പുള്ളി അടിച്ചോണ്ട് വന്ന് എല്ലാവരും പോയി ഒറ്റയ്ക്കായപ്പോഴാണ് കേസ് വരുമോ, FIR അനുകൂലമാകുമോ, മറ്റ് രാജാക്കന്മാരെ കൂടെ കൂട്ടുപിടിച്ച് എന്നെ കുടുംബമായിട്ട് തകർക്കുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ പുള്ളി ചിന്തിക്കാൻ തുടങ്ങി. ഉടനെ ദൈവം വീണ്ടും വെളിപ്പെട്ടു. നിങ്ങൾ വായിച്ചേ ഉൽപ്പത്തി 14-ാം അധ്യായത്തിന്റെ 19-20 വാക്യം. അവൻ അവനെ അനുഗ്രഹിച്ചു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ. ആ വാക്കൊന്ന് വായിച്ചെല്ലാരും. അത്യുന്നതനായ ദൈവത്താൽ. കേട്ടില്ല. ആരെ കണ്ട ഇറങ്ങിയേ? ആരെ കണ്ട ഇറങ്ങിയേ? തേജോമയനായ ദൈവത്തെ. പക്ഷെ പ്രശ്നം സങ്കീർണമായപ്പോ ദൈവത്തിന്റെ പേര് മാറി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ജീവിതത്തിന്റെ പ്രശ്നം വഷളായപ്പോൾ തേജോമയനായ ദൈവത്തിന്റെ പേര് മാറി അത്യുന്നതനായ ദൈവം. നല്ല ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രി നിന്നോട് ദൈവാത്മാവ് ഇടപെടുകയാ. ഉന്നതനും മീതെ ഒരു ഉന്നതനും അതിനു മീതെ ഒരു അത്യുന്നതനുമുണ്ട്. സഭയ്ക്ക് ഒരു അത്യുന്നത ദൈവമുണ്ട്.
വിശ്വസിക്കുന്നവര് ഈ രാത്രി വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിക്കണം. ഈ ദൈവം ഇന്ന് രാത്രി അത്യുന്നതനായ ദൈവമോ. 5 രാജാവോ 4 രാജാവോ വരട്ടെ, നീ പേടിക്കണ്ട. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നമനുസരിച്ച് വിളിച്ച ദൈവത്തിന്റെ പേര് മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ദൈവത്തെ വിളിച്ചിറങ്ങിയ ഭക്തന്, കാണാത്ത കാര്യം കാണാൻ വേണ്ടി പോകുന്ന ഭക്തന് ഇച്ചിരി പ്രായമായി, ശരീരം കൊണ്ട് അല്പം ക്ഷീണിതനായി. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ യൂറിക് ആസിഡോ ക്രിയാറ്റിനോ ഒന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു കേട്ടോ. സ്തോത്രം. ഇനി നാളെ അതെല്ലാം കൂടെ ഞാൻ പറഞ്ഞ് എഴുതി പിടിപ്പിക്കുകയൊന്നും ചെയ്തേക്കല്ല. സ്തോത്രം. എന്തുവായാലും പ്രായമായി. സ്തോത്രം. ശരീരം കൊണ്ട് താൻ ബലഹീനനായി. തൻ്റെ ഭാര്യയും ശരീരം കൊണ്ട് ബലഹീനം. 2 പേർക്കും ബലഹീനമുണ്ട്. അവർക്ക് തന്നെ മനസ്സിലായി. അതൊരു വലിയ ഭാഗ്യമാണ്. നമുക്ക് ബലഹീനരാണല്ലോ, അത് ബോധ്യപ്പെടുത്തില്ലല്ലോ. ബോധ്യപ്പെട്ടാൽ സമ്മതിച്ചു കൊടുക്കത്തില്ലല്ലോ. ഫ്രൈസലോ. പക്ഷെ അവർക്കത് ബോധ്യപ്പെട്ടു. ഉടനെ ദൈവം വെളിപ്പെടുക. 17-ാം അധ്യായം 1-ാം വാക്യം. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. വിളിച്ചിറക്കിയത് തേജോമയനായ ദൈവം. പ്രതിസന്ധി രൂക്ഷമായപ്പോൾ അത്യുന്നതനായ ദൈവം. താൻ അല്പം ശാരീരിക ബലഹീനനായപ്പോൾ സർവശക്തിയുള്ള ദൈവം. നല്ല അല്ലുരിയെ പറയണം. എന്റെ പൊന്നു കുഞ്ഞെ, നിനക്കേ ഉള്ള ക്ഷീണം, എനിക്ക് ക്ഷീണമില്ലെന്ന് എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രിയിൽ മനസ്സ് ക്ഷീണിച്ച, പ്രശ്നങ്ങളുടെ മുമ്പിൽ മനസ്സ് ക്ഷീണിച്ച, ശരീരം ക്ഷീണിച്ച നിന്നോട് ദൈവം പറയുന്നു, നിന്നെ വിളിച്ച ദൈവം ക്ഷീണിച്ച ദൈവമല്ല. നിന്നെ വിളിച്ച ദൈവം സർവശക്തി ഉള്ള ദൈവമോ. വിശ്വസിക്കുന്നവർ കരമടിച്ച് രാത്രി ആരാധിക്കണം. നിന്റെ ദൈവം സർവശക്തിയുള്ള ദൈവമോ. പ്രൈസ് ദി ലോർഡ്. വർഷം കുറച്ചുകൂടെ പോയപ്പോഴത്തേന് വെളിപ്പാടുകളുടെ തലം പിന്നെയും മാറുക. നിങ്ങളതിൻ്റെ 21-ാം അധ്യായത്തിന്റെ 33 വായിച്ചേ. അബ്രഹാം ബേർശേബയിൽ ഒരു പിച്ചില വൃക്ഷം നട്ടു. നിത്യ ദൈവമായ യഹോവയുടെ നാമത്തിൽ. ഒരു സ്തോത്രം പറയണം. കണ്ടിറങ്ങിയത് തേജോമയനായ ദൈവം. തന്റെ ജീവിതത്തിന്റെ വാർദ്ധക്യത്തിൽ കണ്ടത് നിത്യ ദൈവം. ഗതിഭേദത്താൽ ആച്ഛാദനം വരാത്ത ദൈവം. ഈ രാത്രി സർവശക്തിയുള്ള ദൈവം, അത്യുന്നതനായ ദൈവം, തേജോമയനായ ദൈവം, നിത്യദൈവമാണെന്ന് നീ രാത്രി കണ്ടേ മതിയാകത്തുള്ളൂ. നിന്റെ ദൈവത്തിൽ ഒരു കാര്യം ഈ രാത്രി അസാധ്യമല്ലെന്ന് നീ അറിയണം. ആദി ദൈവത്തെ കണ്ട അബ്രഹാം തലപൊക്കി ഇങ്ങനെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും നോക്കി. ഈ സഭയിലെ വിശ്വാസികൾ ഈ 21 ദിവസത്തിനകത്ത് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയാണെങ്കിലും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും നോക്കണം, കണ്ണെത്തുന്ന ദൂരം. വാഗ്ദത്തത്തെ നോക്കിക്കാണണം. അതിനാദ്യം നിന്റെ കണ്ണീന്ന് ആ തിമിരമടരണം. വാഗ്ദത്തം നോക്കിക്കാണാൻ കഴിയാതെ നിന്റെ കണ്ണിൽ വീണിരിക്കുന്ന തിമിരമുണ്ടല്ലോ, അതിന്ന് രാത്രി ആ ഇട്ടാവട്ടത്തിനകത്തെ ആ ഇന്നർ സർക്കിളിനകത്തെ കാര്യം മാത്രം കാണുന്ന ആ കണ്ണിന്റെ തിമിരം അടന്നു വീഴണം ഇന്ന് രാത്രി. എന്നിട്ട് നീ ദേശത്തെ കാണുന്ന ഒരു കണ്ണ് തുറക്കണം. ഈ ദേശത്തെ ആത്മാക്കളെ കാണുന്ന ഹല്ലേലൂയ. ഇവിടെ ഇരുന്നുകൊണ്ട് മണ്ടയ്ക്ക് കയറി നോക്കി പൂജപ്പുര സെൻട്രൽ ജയിലിൽ നീ കാണണം. അതിനപ്പുറത്തുള്ള മാനസികാരോഗ്യ കേന്ദ്രം നീ കാണണം. ഇവിടുത്തെ ഗുണ്ടാസങ്ങളുടെ താവളം നീ കാണണം. നീ കൈ ചൂണ്ടണം.
വാഗ്ദത്തങ്ങളെ നോക്കി പിടിക്കണം. നിന്റെ കൂടെ ആരാധിക്കുന്ന നീ ആത്മാവിൽ കാണണം. ഈ രാത്രി ഇപ്പോഴത്തെ ചെറിയ കാഴ്ചപ്പാടെല്ലാം മാറണം. ഒരു വലിയ ദൈവകൃപ നീ ഈ രാത്രി ഏറ്റെടുക്കണം. ഏറ്റെടുക്കുന്നവര് മാത്രമേ ഈ രാത്രി ദൈവത്തെ ആരാധിക്കാവുള്ളൂ. അബ്രഹാം വാഗ്ദത്തങ്ങളെ നോക്കി കണ്ടു. നമ്മളെ വിളിച്ചത് എന്തിനാ വാസ്തവത്തിൽ ഒന്ന് പറഞ്ഞേ? പോട്ടെ, ഇസ്രായേലിനെ ദൈവം വിളിച്ചത് എന്തിനാ? പോട്ടെ, അബ്രഹാമിനെ ദൈവം എന്തിനാ വിളിച്ചേ? പാലും തേനും ഒഴുകുന്ന ഒരു ദേശം കൊടുക്കാൻ അല്ലേ? ആണോ? നമ്മളെ എന്തിനാ വിളിച്ചേക്കുന്നത്? ഞാനൊരു വീട് നിങ്ങൾക്ക് ഒരുക്കാൻ പോവാം. അതോ മന്ന തരാമെന്ന് പറഞ്ഞാന്നോ? മന്നായിക്കൊക്കെ എക്സ്പയറി ടൈമുണ്ട്. രാവിലെ 5 മണിക്ക് പറക്കിയാൽ വൈകിട്ട് 5 മണിക്കകം തിന്ന് തീർത്തില്ലെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് നാറ്റം പുറത്തോട്ട് പോകും. ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് നാറ്റം വരുന്നെങ്കിൽ ഓർത്തോ, മന്ന അവിടെ ഇരിപ്പുണ്ട്. മനസ്സിലായില്ല? കലത്തിൽ പുഴുങ്ങിയോ ഇടിച്ചോ പൊടിച്ചോ അപ്പം ഉണ്ടാക്കി തിന്നാൻ തന്നതാ. പക്ഷെ നീ അത് കൊണ്ടുപോയി ഡയറി കുറിച്ച് പെരയ്ക്കകത്ത് പാത്ത് വെച്ചേക്കുക. മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മന്ന കൊടുത്തത് തിന്നാനാ, അല്ലാതെ വീട്ടിൽ കൊണ്ട് സ്റ്റോക്ക് ചെയ്യാനല്ല. സ്തോത്രം. സ്റ്റോക്ക് ചെയ്തുകൊണ്ട് എല്ലാം വീട്ടിൽ 5 മണിക്ക് നാറ്റം ഉണ്ടായി. നാറാതിരുന്നത് ഒറ്റ ഒരിടത്തെ മന്നയേ ഉള്ളൂ. അത് പെട്ടകത്തിരുന്ന മന്നയാ. കേട് വരാതിരുന്ന ഒരു മന്ന പെട്ടകത്തിരുന്നതാ. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? നിന്നെ വിളിച്ചത് തന്ന മന്ന തിന്നാനായിട്ടാ. വിശ്വസിക്കുന്നവര് മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഒരു ടൈം സോണിനകത്ത് അവസാനിക്കുന്ന എന്തിനെങ്കിലും വേണ്ടിയല്ല നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ച പാലുത്തേന് കനാനിലെത്തിക്കാനാ. ഇതുവരെ കാണാത്തത് കാണാനാ. 2 ദൈവം അബ്രഹാമിനെ വിളിച്ചത് വാഗ്ദത്ത സന്തതിയെ കാണിക്കാനാ. ഒന്ന് വാഗ്ദത്ത ദേശം കാണിച്ചു. എല്ലാവരും പറഞ്ഞേ, കണ്ണുകൊണ്ട് അതിലിട്ടോളാൻ പറഞ്ഞു. നിനക്ക് നോക്കി എത്തി കാണാന്ന് മൊത്തം ഞാൻ നിനക്ക് തരാൻ പോകുന്നു പറഞ്ഞു. വാഗ്ദത്ത ദേശം കൊടുത്തു. വാഗ്ദത്തം നോക്കിക്കണ്ടു. 2ാമത് ദൈവം കൊടുത്തത് വാഗ്ദത്ത സന്തതിയെ കാണിച്ചു. സ്തോത്രം. അത് മുടിയെല്ലാം കൂടെ ഇതിലേയും പഠിച്ച് അതിലേയും പഠിച്ച് കൂണ് പോലെ വെച്ച് പാൻറ്റും മേടിച്ച് വെച്ച് 40 ഇടം കീറി, പാൻറ്റും കീറി, ഉടുപ്പും കീറി, താടിയും വളർത്തി ഭ്രാന്തനെ പോലെ നടക്കുന്ന പിള്ളേരെയല്ല കണ്ടേ. തലമുറയെ കാണണം. നക്ഷത്രത്തെ പോലെ തലമുറയെ കാണണം. അബ്രഹാം നോക്കിക്കണ്ടത് 40 വർഷം ഇസ്രായേലിനെ ഭരിക്കുന്ന ദാവീദ്, 40 വർഷം ഇസ്രായേലിനെ ഭരിക്കുന്ന ശലോമോൻ, 80 വർഷം ഈജിപ്തിനെ ഭരിക്കുന്ന യോസഫ്. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഏറ്റവും വലിയ നക്ഷത്രമായ യേശു. ഓ, ഇന്ന് രാത്രി നക്ഷത്രത്തെ പോലുള്ള തലമുറയെ നിന്റെ കൂടാരത്തിനകത്ത് വാഗ്ദത്തങ്ങൾ പിറക്കാൻ പോകുകയാ. ചിലതിന്റെ കെട്ടു ദൈവം ഈ രാത്രി അഴിക്കാൻ പോകുകയാ. നിന്റെ തലമുറയെ കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകളെ ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ കാണാത്തത് ഓ, വിശ്വസിക്കുന്നവർ ഈ രാത്രി പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ വെളിപ്പാടിന്റെ സ്ഥലം മാറ്റിക്കേ. ഇതുവരെ കാണാത്തത്. നമ്മളാകെ കണ്ടേക്കുന്ന BSc നേഴ്സ്. നിങ്ങൾ മിണ്ടുന്നില്ല. പിന്നെ കുറെ എഞ്ചിനീയർ പിള്ളേർ. സ്തോത്രം. അവനവിടെ ചെന്ന് കുറച്ചുപേരെ KSUക്കാർ കൊല്ലും, കുറച്ചുപേരെ SFIക്കാർ കൊല്ലും, കുറച്ചുപേര് തിരിച്ചു വരികയും ചെയ്യും. അതിനപ്പുറത്ത് നക്ഷത്രങ്ങളെ കാണുന്ന എത്ര പേരുണ്ട്? അബ്രഹാം കുറെ BSc നേഴ്സിനെയും കുറെ എഞ്ചിനീയർ പിള്ളേരെയും മാത്രം കണ്ടെന്നല്ല, നക്ഷത്രങ്ങളെ പോലെ. ഈ രാത്രി സഭയോട് ദൂത് പറയുക,
നിന്റെ തലമുറ നക്ഷത്രമാകണം. നിന്റെ തലമുറ നക്ഷത്രമാകണം. വിശ്വസിച്ചാൽ മതി. രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുക, തലമുറയിൽ ചില നക്ഷത്രങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. നിന്റെ തലമുറ, നീ വേദനപ്പെടുന്ന, നീ ഭാരപ്പെടുന്ന നിന്റെ തലമുറയെ ഒരു നക്ഷത്രമാക്കി മാറ്റാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. പിന്നെ വെളിപ്പെട്ട ദൈവത്തെ അബ്രഹാം കണ്ടത് വാഗ്ദത്തം ദേശം തന്ന വാഗ്ദത്ത സന്തതിയെ കാണിച്ച ദൈവത്തെ നേരിട്ട് കാണുകയാണ്. ദൈവത്തെ തേടി പുള്ളി കാലെ ചെരുപ്പിടാതെ തിരുവനന്തപുരത്ത് നിന്ന് റാന്നി കൂടെ വന്നെന്നല്ല, ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ അതിലൂടെ നടന്നു പോയെന്നല്ല, ദൈവം രാവിലെ നടന്ന് വീട്ടിലോട്ട് വന്നു. ഓ രാത്രി ഹല്ലേലൂയ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തെ തേടി അബ്രഹാം അങ്ങോട്ട് പോയെന്നല്ല, ദൈവം അവനെ തേടി ഇങ്ങോട്ട് വന്നു. ഓ റബഷ്, ഞാനങ്ങ് എൻ്റെ ഒരു ചെറിയ, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അതൊരു സാധു മനുഷ്യനായതുകൊണ്ട് ഞാൻ ഈ പൊട്ടത്തരങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് ഈ ഇവൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ രാവിലെ വരാൻ കാര്യം എന്നാ? എന്നോട് പറഞ്ഞു, ഞാൻ വിളിച്ചപ്പോൾ അവൻ ഇറങ്ങി തിരിച്ചു, ഞാൻ പറഞ്ഞപ്പോൾ അവൻ ദേശം നോക്കി കണ്ടു, ഞാൻ പറഞ്ഞപ്പോൾ തലമുറയെ കണ്ടു, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ചെയ്തവനെ കാണാൻ ഞാൻ നേരിട്ട് അങ്ങോട്ട് ചെല്ലുക. ഇന്ന് രാത്രി പറയുന്നത് നീ ചെയ്താൽ നിന്നെ കാണാൻ സ്വർഗം ഈ രാത്രി ഇറങ്ങി വരും. ഏറ്റെടുക്കുന്നവർ, ലൈവിലുള്ളവരോട് ദൈവം ഇടപെടുകയാ. ഇന്ന് അത് സ്വർഗം ചില തലങ്ങൾ നിന്നെ മാറ്റുകയോ. ഓ യെസ് 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 ചുടാ മനാദര അർത്തുൽ ഖമനെ രഗന വശഭ്രമന ദുഡാരമന്ദര അർത്ഥമാന വൈഡം ഭ്രമനാധികാരകൽക്കമന. അഭിഷേകത്തെ ജ്വലിപ്പിച്ച് ഈ രാത്രി ഒന്ന് ആരാധിച്ചോ. ചില കുടുംബങ്ങൾക്കകത്തേക്ക് ഈ രാത്രി യേശു കയറി വരികയോ. വന്നതാരാന്നറിയാമോ? 40 വർഷം കൃത്യമായിട്ട് 30 ലക്ഷമോ 40 ലക്ഷമോ പേർക്ക് ഇടങ്ങഴി വെച്ച് മന്നയും ഇഷ്ടം പോലെ അളവ് കൂടാതെ കാടയുടെ ഇറച്ചിയും പാറയ്ക്കാവുന്ന ഒറിജിനൽ മിനറൽ വാട്ടർ സൗജന്യമായി കൊടുത്തവൻ ഈ വീട്ടുമരുന്ന് വന്ന് ഒരു മരച്ചുവട്ടി ഇരിക്കുക. ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ഇരിക്കുന്ന എന്തുവാ? അവൻ ഇച്ചിരി ആഹാരം തരാമെന്ന് പറഞ്ഞ് കഴിച്ചിട്ട് വാന്ന് വിചാരിച്ചിരിക്കുക. ഹലോ, നിങ്ങൾ വിട്ടുന്നില്ല. ആരാ വന്നിരിക്കുന്നതെന്നറിയാമോ? 5 കൊണ്ട് 5000 പോഷിപ്പിച്ച് 12 കൊട്ട മിച്ചമെടുത്തവൻ ഒരു വീട്ടുവിരുന്ന് വന്ന് കുത്തിയിരിക്കുകയെന്ന് ഒരു അടയ്ക്ക് വേണ്ടി. ഇന്ന് രാത്രി ദൈവം ആരാന്ന് നീ അറിയണം. കാണാത്തതിനെ കാണാൻ. ഓ പോരെ, ഈ രാത്രി നീ ശരിക്കും ആരാധിക്കണം. നിന്റെ കൂടാരത്തിനകത്ത് നീ ചെന്ന് കയറുന്നതിന് മുമ്പേ ഈ സാന്നിധ്യം നിന്റെ കൂടാരത്തിൽ വരാൻ പോകുകയോ. ഓ യെസ് 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 യെസ്. ഹല്ലേലൂയ. നിങ്ങൾ ആ ഒരു വാക്യം ഒന്ന് വായിക്കണം. ഈ 18-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് എത്ര പേരാ വന്നേ? എന്തുവാ വിളിച്ചേ? 3 പേര് വന്ന എങ്ങനെ വിളിക്കണ്ടേ? പറ. യജമാനന്മാരെ എന്നല്ലേ വിളിക്കണ്ടേ? ആണോ? എല്ലാരെയും കയറിയൊന്നും അബ്രഹാം അങ്ങനെ വിളിക്കത്തില്ല. കാണുന്നിടത്തെല്ലാം എല്ലാവരുടെയും മുമ്പിൽ കുനിയുന്നവനല്ല, എല്ലാത്തിനെയും നമസ്കരിക്കത്തുമില്ല. വീട്ടിൽ 3 അല്ല 30 പേര് വന്നാലും ആരെയാ വിളിക്കേണ്ടതെന്ന് അവനറിയാം. നല്ല സ്തോത്രം ഈ രാത്രി പറയണം. ഹല്ലേലൂയ. വീട്ടിൽ വന്നത് സാധാരണക്കാരല്ല, 3 പേരാ വന്നെന്ന് വ്യക്തമെഴുതി. വീട്ടിൽ 3 പേര് വന്നു. അബ്രഹാം എഴുന്നേറ്റു, നിലം വരെ കുനിഞ്ഞു, ഒരാളെ വിളിച്ചു, യജമാനനെ. ഓ, അതാണ് യജമാനെന്ന് ഇങ്ങേർക്ക് എങ്ങനെ മനസ്സിലായി? ഉത്തരം, ഞാനങ്ങ് മെസപ്പൊട്ടോമി ഇരിക്കുമ്പോ. ഹല്ലേലൂയ.
കണ്ട ദൈവത്തെ ഇന്ന് രാത്രി നീ തിരിച്ചറിയാനുള്ള കണ്ണ് തുറക്കണം. ആ കരമൊന്ന് നന്നായിട്ട് അടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഓ, പ്രൈസ് ദി ലോർഡ്. ഒറ്റ ഒരാളെ വിളിച്ചു. മറ്റോരെ കൂടെ വന്നതാണെന്നറിയാം. അവർക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്, ഡ്യൂട്ടി കൊടുക്കുമ്പോൾ പോകുമെന്നും അറിയാം. കഴിച്ചു കഴിഞ്ഞപ്പോൾ യജമാനൻ പറഞ്ഞു അടുത്ത ഡ്യൂട്ടിക്ക് പൊക്കോളാൻ പറഞ്ഞു. അവരുടെ ഡ്യൂട്ടി എഴുതി കൊടുത്തു. അവരതിൻ്റെ ഡയറിയും കൊണ്ട് അന്നേരെ പോയി. യജമാനൻ പോയില്ല, അബ്രഹാമും പോയില്ല. യജമാനൻ നിന്നു, അബ്രഹാമൻ നിന്നു. രാത്രി മൊത്തം നിന്നു. വേറെ ഒരു പ്രൊജക്റ്റും എടുത്തിട്ടില്ല, വേറൊരു പ്രോഗ്രാം എടുത്തിട്ടില്ല. ഒരു രാത്രി മൊത്തം ഒരു മനുഷ്യന് വേണ്ടി. ഹോ, നീ പറയുന്ന മുഴുവൻ കേട്ടിട്ടല്ലാതെ, നിന്റെ പ്രശ്നത്തിന് മറുപടി പറഞ്ഞിട്ടല്ലാതെ ഇന്ന് രാത്രി അവൻ മടങ്ങിപ്പോകത്തില്ല. ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ അബ്രഹാമിന്റെ ദൈവം എനിക്ക് വേണ്ടി നിൽക്കുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? എന്നിട്ട് ഈ മനുഷ്യൻ പേടിച്ച്, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആഹാരമൊക്കെ കഴിച്ച ആളാണല്ലോ, ഞാൻ കൊടുത്ത അടയും തിന്നു, ഞാൻ കൊടുത്ത വെള്ളവും കുടിച്ചു, ഞാൻ കൊടുത്ത ഇറച്ചിയും തിന്നു, അതുകൊണ്ട് ചില സോഷ്യലായിട്ട് ഇടപെട്ടേക്കാം. അങ്ങനൊന്നും ഇടപെട്ടില്ല കേട്ടോ. അയ്യോ, മനുഷ്യൻ ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, ദേഷ്യപ്പെടുകയൊന്നും ചെയ്യല്ലേ, അവിവേകമാണെങ്കിൽ അതങ്ങ് ക്ഷമിക്കണം. ഹലോ, നിങ്ങൾ ആ പ്രാർത്ഥനാ രീതി കണ്ടോ? കർത്താവേ 34-ാം സങ്കീർത്തനത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ലയോ, നീ അങ്ങനെ പറഞ്ഞിട്ടില്ലയോ എന്നൊന്നും പറഞ്ഞ് കർത്താവിനെ വരുത്തിയൊന്നുമില്ല. സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേട്ട കർത്താവ് തന്നെ വരുന്നുവോ? നീ അങ്ങനെ എഴുതിയിട്ടില്ലയോ, നീ അങ്ങനെ പറഞ്ഞിട്ടില്ലയോ? സ്തോത്രം. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ആഹാരവും കഴിച്ചിട്ട് നിൽക്കുന്ന ആളോട് ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, അവിവേകമാണെങ്കിൽ എന്നോടത് ക്ഷമിക്കണം. സ്തോത്രം. ഒരു 50 പേരുണ്ടെങ്കിൽ ആ പട്ടണം നശിപ്പിക്കുമോ? ഇവന്റെ ഉള്ളിലെ എന്താന്ന് കർത്താവ് പറഞ്ഞു. അവൻ 50 വിഷയമല്ല, ആ 4 പേര്, ലോത്തും ഭാര്യയും 2 പിള്ളേരും. പക്ഷെ അത് ഡയറക്റ്റ് പറയാൻ പേടിയായേന്. ഹലോ, ഓ, ഞാൻ ദൈവത്തെ രാത്രി സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ദൈവം ആരെന്നറിഞ്ഞുള്ള ഇടപെടൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിന്റെ മനോഭാവങ്ങൾക്ക് ഇന്ന് രാത്രി വലിയ മാറ്റങ്ങൾ സംഭവിക്കണം. പരിചയം കൊണ്ട് ബന്ധത്തിന് വലിയ കുഴപ്പം വരല്ലേ കേട്ടോ. രണ്ടാമത് ചോദിച്ചാൽ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, പ്രാർത്ഥനയാണേ. ഒരു രാത്രി മൊത്തം ഒരു കാര്യത്തിന് 4-5 വിഷയം ചോദിച്ചു. 50, 40, 30, 20, 10 കൊണ്ട് നിർത്തിയപ്പോൾ നേരം വെളുത്തു. നമുക്ക് 2 മിനിറ്റ് വേണ്ടത് പ്രാർത്ഥിക്കാൻ. നമ്മൾ ഹിസ്ബുള്ളയെ തുടങ്ങി, എസ്എ തുടങ്ങി, അർജന്റീനയിൽ പോയി, ഹലോ, എല്ലാം കൂടെ വരാൻ നമുക്ക് 5 മിനിറ്റ് മതി. ഇത് ഒരു ചെറിയ കാര്യം ചോദിച്ചാൽ നേരം വെളുത്തുന്നത്. മറുപടിക്ക് നീ വെയിറ്റ് ചെയ്യണം. നീ ചുമ്മാ കാറിയലച്ച് ബഹളം വെച്ച് അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവത്തിന്റെ മറുപടികൾക്കായിട്ട് നീ വെയിറ്റ് ചെയ്യണം. കാണാത്ത കാര്യങ്ങളെ കാണാൻ ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഇന്നലെ അത് നിന്നോട് കൃത്യമായി ഇടപെടുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ ദൂതുകൾ കേൾക്കുവാൻ നീ ഒന്ന് തയ്യാറാകുമെങ്കിൽ, ഓ യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. അങ്ങനെയാണ് ഇന്ന് രാത്രി എൻ്റെ ദൈവപൈതലേ, നീ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറയുന്നതിന് മുമ്പേ അറിയുന്ന ദൈവമാണ്. ഇവിടെ മധ്യസ്ഥ അണയ്ക്കുമ്പോൾ അബ്രഹാം അറിയാതെ ദൂതൻ അവിടെ ചെന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? അബ്രഹാം നിൽക്കുന്ന അബ്രഹാമിന്റെ വീട്ടുമുറ്റത്താ.
ദൈവം നിൽക്കുന്നത് അബ്രഹാമിന്റെ വീട്ടുമുറ്റത്താ. പക്ഷെ അബ്രഹാം മധ്യസ്ഥ അണയ്ക്കുമ്പോ 2 ദൂതൻ അവിടെ ഇറങ്ങിയേക്കുക. ഇന്ന് രാത്രി നീ ഇവിടെ മെസ്സേജ് കേൾക്കുമ്പോൾ, നീ ഇവിടെ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ, നിന്റെ കണ്ണെത്താത്ത മണ്ഡലത്തിൽ, കാണാൻ കഴിയാത്ത മണ്ഡലത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ദൂതനെ ഇറക്കിയിട്ടുണ്ട്. ഓ, വിശ്വസിക്കുന്നവര് മാത്രമേ ഈ രാത്രി ദൈവത്തെ ആരാധിക്കാവൂ. ദൂതനെ ഇറക്കിയിട്ടുണ്ട്, ദൂതനെ ഇറക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അടുത്ത വിളിയിൽ തന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ കണ്ടു. ഒന്നാമത്തെ വിളിയിൽ വാഗ്ദത്ത ദേശം കണ്ടു. രണ്ടാമത്തെ വിളിയിൽ വാഗ്ദത്ത സന്തതിയെ കണ്ടു. മൂന്നാമത്തെ വിളിയിൽ എന്താ കണ്ടത്? വാഗ്ദത്തം ചെയ്ത ദൈവം വീട്ടിൽ വരുന്നത് കണ്ടു. നാലാമത്തെ വിളിയിൽ തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതൽ കണ്ടു. ഇന്ന് രാത്രി കരുതിയിട്ടുണ്ട്. നിന്റെ ടെൻഷനെല്ലാം മാറ്റിവെച്ചേ, നിന്റെ നിരാശയെല്ലാം ഒന്ന് മാറ്റിവെച്ചേ. ഇതുവരെ കാണാത്തവ, ഇതുവരെ കാണാത്തവ, ഇതുവരെ കാണാത്തവ, നീ ഒന്ന് പറഞ്ഞേ, ഇതുവരെ കാണാത്തവ. ഹല്ലേലൂയ. നിരവധി യുദ്ധങ്ങൾ മോശയുടെ കൂടെ നടത്തിയപ്പോഴൊക്കെ മോശ കൈപൊക്കി വെക്കും, യോശുവ ജയിക്കും. സ്തോത്രം. മോശ മരിച്ചു, യോർദാനെ ജയിച്ചു, എരിഹോ കോട്ട ജയിച്ചു, മുന്നോട്ട് പോകുമ്പോ ഇതുവരെ കാണാത്തൊരു കാഴ്ച യോശുവ കാണുകയാണ്. മുൻപിൽ ഒരുത്തൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതുവരെ കാണാത്തൊരു കാഴ്ച. ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഇന്ന് രാത്രിയിൽ സൈന്യങ്ങളുടെ യഹോവ. ഓ, വിശ്വസിക്കുന്നവർ മാത്രം ആരാധിച്ചേ. നിന്റെ മുമ്പിലെ പ്രതിസന്ധിയെ തച്ചുടയ്ക്കാൻ കരുത്തുള്ള കയ്യിലായുധമേന്തിയ സൈന്യങ്ങളുടെ തലവനായി. ഓ, റബ ലബന രഗൽക്കന വച്ച റബലെ ദുരൽക്കനാദരാജല. എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു കാര്യം ദൈവദാസൻ പറഞ്ഞു. തേക്ക് തടിയല്ല കേട്ടോ. ഞാൻ 6 വർഷം തലവടിയിൽ, എടത്തുവായിക്കടുത്ത് തലവടിയിൽ, ഇപ്പോൾ ഈ ചക്കുളത്തുകാവെന്നൊക്കെ പറഞ്ഞതിനടുത്ത് ഒരു 6 വർഷം പാസ്സായിട്ട്. അവിടുന്ന് ഞാൻ സ്ഥലം മാറി വന്നത് ഒഴുവൻപാറ എന്ന സ്ഥലത്താണ്. അവിടെ വന്നപ്പോഴാണ് ഞാൻ ബഹുമാന്യ ദൈവദാസനെ ആദ്യമായിട്ട് കാണാനും പരിചയപ്പെടാനും ഇടയായി. റാന്നി വലിയ 10,000 പങ്കെടുത്ത CSI മൈതാനത്തെ വലിയ ക്രൂസേഡിൽ പ്രസംഗിച്ചത് അനുഗ്രഹീതനായ ദൈവദാസനാണ്. സ്തോത്രം. അതിൻ്റെ സംഘാടകരിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഈ ഒഴുവൻപാറ ചെന്ന് ഇരിക്കുമ്പോൾ ഒരു ദൂതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ട്രാൻസ്ഫർ വാങ്ങി അങ്ങോട്ട് പോയി. ദൂത് 93 എന്നോട് ഭാര്യാപുരം ജോനാച്ചായൻ എന്ന ഭക്തനായ പ്രവാചകൻ പറയുകയാണ്, നിനക്ക് അധിക സഭയുടെ ചാർജ് ഇല്ല, അധിക സഭയുടെ ചാർജ് ഇല്ല, നിന്നെ ഞാനൊരു സ്ഥലത്താക്കും. അത് ഒരു പുഴയുടെ തീരത്ത്, രാജവീതിയുടെ ഓരത്ത് ശുശ്രൂഷ വേദി ഞാൻ ഒരുക്കും. പുഴയുടെ തീരത്ത്, രാജവീതിയുടെ ഓരത്ത്. സ്തോത്രം. അത് അനേകർക്കൊരു സങ്കേത നഗരമായിരിക്കും, നിനക്ക് ഒരു രഹബോത്തായിരിക്കും. സ്തോത്രം. പിന്നെ നീണ്ട സമയമുള്ള ഒരു പ്രവചനമാണ്. അതെല്ലാം കൂടെ നിങ്ങളോട് നിങ്ങൾക്ക് കുശു പിടിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് അതെല്ലാം പറയുന്നില്ല. അങ്ങനെ ഞാൻ വലിയ പ്രതീക്ഷയോടെ 94 ട്രാൻസ്ഫർ വാങ്ങി ചെന്നത്, രാജവീതിയുമില്ല, പുഴയില്ല, ഒരു പാറയുടെ മണ്ട. സ്ഥലത്തിൻ്റെ പേര് ഒഴുവൻ പാറ. എന്നോ ഒഴുക്കിയാലും ഒഴുകിപ്പോക്കോളും, ഒഴുകൻ പാറ. സ്തോത്രം. ഞാൻ അവിടെ ചെന്നു. ആ ചെറിയ സംവിധാനത്തിലെ മുട്ടുമടക്കി കരയാൻ തുടങ്ങി. 21, 7, 13, 14, 21 ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ 21 പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പൈസ ചിലവുണ്ട്, നല്ല ദൈവദാസന്മാരെയൊക്കെ വിളിക്കണം, നമുക്കൊരു പിരിവെടുക്കാം. അപ്പോൾ അവർ ചോദിച്ചു, പക്ഷേ 21 ദിവസവും നമ്മളിങ്ങനെ ആഹാരം കഴിക്കാതിരിക്കുകയാണോ? ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് പാസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് ചിലവുണ്ട്. അതിനവരെല്ലാം കൂടെ എടുത്തപ്പോൾ ഒന്നും ആകുന്നില്ല. സ്തോത്രം. ചെറിയൊരു സഭയാണ്. അപ്പം ഞാൻ തീരുമാനിച്ചവരെ ഒന്നും വിഷമിപ്പിക്കണ്ട. എൻ്റെ പിതാവ് എനിക്ക് അന്ന് വസ്തുവിനകത്ത്
എൻ്റെ വീടിനോട് ചേർന്ന് നല്ല ഒരു ആഞ്ഞിലി മരം നിൽപ്പുണ്ട്, വലിയൊരു ആഞ്ഞിലി മരം. അപ്പോൾ അതങ്ങ് വിൽക്കുക, ആരോടും പറയാതെ. അതിൻ്റെ പൈസ കൊണ്ട് യോഗം നടത്തും. അങ്ങനെ ഞാൻ പോയി ഈ തടി കച്ചവടം ചെയ്തപ്പോൾ എനിക്കിതിൻ്റെ വിലയൊന്നും അറിയത്തില്ല. അവനിങ്ങനെ വന്നല്ലേ മൊത്തം നോക്കി വെച്ച്, സാറേ ഇത് കൊള്ളത്തില്ല, വണ്ണമൊന്നുമില്ല, സൈസല്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങാണ്ടൊരു ടേപ്പൊക്കെ പിടിച്ച് വെച്ച് അവൻ പറഞ്ഞു 22,000 രൂപ തന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ 22,000 രൂപ. അവൻ 22 രൂപ വെച്ച് ആ മരം വെട്ടിയിട്ടും വെച്ച് ആനയെ കൊണ്ട് വലിപ്പിച്ച് എൻ്റെ 3 ഇടി കയ്യാലെല്ലാം പൊളിച്ച് റോട്ടിൽ കൊണ്ടുവന്ന് വെച്ച് എൻ്റെ കൺമുമ്പ് വെച്ച് അത് 75,000 വിറ്റേച്ച് പോയി. അതെനിക്ക് സങ്കടമായിപ്പോയി. എൻ്റെ അപ്പൻ തന്നൊരു അവകാശം എന്നെ കളിപ്പിച്ചുകൊണ്ട് പോയല്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ടായി. സ്തോത്രം. ഈ കിട്ടിയ പൈസ കൊണ്ട് കയ്യാലെ കെട്ടൗട്ടില്ല താനും. സ്തോത്രം. എങ്കിലും ഞാനിത് കൊണ്ടുപോയി പ്രാർത്ഥനയ്ക്കായിട്ടിരുന്നു. പ്രാർത്ഥന മനോഹരമായിട്ട് നടന്നു. കുറേ കഴിഞ്ഞ് എനിക്കൊരു കൊച്ചു വീട് വെക്കേണ്ട സാഹചര്യമൊക്കെ വന്നപ്പോൾ ഞാൻ മനസ്സിലോർത്ത് ഈ തടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയ കാശ് മുടക്കില്ലാതെ അത്യാവശ്യം കട്ടളയും ചെല്ലുമൊക്കെ പണിയാമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഭാരപ്പെട്ടപ്പോൾ എൻ്റെ സഹപ്രവർത്തനായ ഒരു പാസ്റ്റർ പറഞ്ഞു, അച്ഛാ ഒരു വീട് 6 നിലയുള്ള വീടാണ്, അത് കൊടുക്കാൻ പോവാ, അച്ഛന് വേണേ അത് മേടിക്കാൻ പറഞ്ഞു. ഞാൻ എന്നെ എടുക്കാനാ? അച്ഛൻ മുഴുവൻ തേക്ക് തടിയാണ്, 6 നില പഴയ കാലത്ത് തടിയാണ്. അച്ഛൻ അത് പോയി വില പറഞ്ഞ് മേടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് അത് പ്രയോജനപ്പെടും അച്ഛാ, കുറേ ഫർണിച്ചറുണ്ട്, അതെനിക്ക് തന്നേക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഒരു 3 അലമാരി, 4 കട്ടില്, ഒരു 2 മേശ, എല്ലാം കുറേ സാധനമുണ്ട്. ഞാൻ പറഞ്ഞു അതെല്ലാം ഭാഷ എടുത്തോളാൻ പറഞ്ഞു. എനിക്ക് ആ പഴയ സാധനം വേണ്ടി എടുത്തോളാം. എല്ലാം ഈട്ടിടും തേക്കിട്ട് എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഈ നല്ല അറിയാവുന്ന ആശാരി വിളിച്ച അന്നത്തെ കാലത്ത് ആണി അടിക്കലെല്ലാം തടി കൊണ്ടുള്ള ചെറിയ ചെറിയ ക്രമീകരണങ്ങളാണ്. അതെല്ലാം കൂടി ഈ ആശാരി വന്ന് അഴിച്ച് ഒരു നിലയെല്ലാം അഴിച്ചു. എല്ലാം കഴിഞ്ഞ് താഴോട്ടിറങ്ങി, അറയ്ക്കകത്തോട്ടിറങ്ങി. ഇറങ്ങിയപ്പോൾ നമ്മുടെ ഈ മേശയുടെ വീതിയുള്ള ഒരു 8 അടി നീളമുള്ള 100 ആണ്ട് പഴക്കമുള്ള 8 തളിര് വരിക്കുക ഇങ്ങനെ തടിയുടെ തേക്കിന്. അത് ഈ തന്ന വീട്ടുകാരെ കണ്ടിട്ടില്ല. പിന്നെ പഴയ കാലത്ത് ഒരു തോക്ക്, തിരയുള്ള തോക്ക്, പിന്നെ ഒരു കടമാൻ്റെ തല, ഇതെല്ലാം കൂടി അറയ്ക്കകത്തിരിക്കുക. അതൊന്നും ഈ പിള്ളേർ കണ്ടിട്ടില്ല. കണ്ടാൽ ഈ വിലയ്ക്കൊന്നും എനിക്ക് തരത്തില്ല. പ്രൈസലോ. ഇതെല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വിറ്റ തടിയുടെ 10 ഇരട്ടി. അതുണ്ടായിരുന്ന ഞാൻ എൻ്റെ പേരെ ആഞ്ഞീരി കൊണ്ട് പണിതേനെ. എൻ്റെ പേര് മൊത്തം തേക്ക് കൊണ്ടാണ് പണിതേനെ. നല്ല ലരിയ പറയണം. നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ 10,000 മടങ്ങ് എൻ്റെ ദൈവം നിനക്ക് തിരിച്ചു തരും. സന്തോഷമുണ്ടെങ്കിൽ കരമടിച്ച് നല്ലപോലെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇറങ്ങിയ കാലം മുതൽ കൊടുത്ത് മേടിക്കുന്നവനാ. ചുമ്മാ ചൂണ്ടങ്ങ കൊടുക്കും, എന്നിട്ട് ഞാൻ നല്ല വഴുതനങ്ങ മേടിക്കും. പ്രൈസ് ദി ലോർഡ്. നീ വിതച്ചോന്നേ, നീ വിതയ്ക്കുന്നത് 1000 ഇടങ്ങി മടങ്ങ് നീ കൊയ്യും. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ, വേഗം നിർത്താം. അതുവരെ കാണാത്തവയെ കുറിച്ച് ഒരു അരുളപ്പാടുണ്ടായി. അപ്പം ഞാൻ ആ സഭയിൽ പോയ കാര്യം കൊണ്ടൊന്ന് പറഞ്ഞേക്കാം. ഒഴുകുംപാറയിൽ പോയി 6 വർഷം അവിടെ ഇരുന്നു. ഉപവസിച്ച് എനിക്ക് അസിഡിറ്റി എല്ലാം ആയി ആകെ പ്രയാസം. പക്ഷെ ഞാൻ ഈ പുഴയുടെ തീരവും രാജവിധിയുടെ ഓരോ കാണുന്നില്ല. അങ്ങനെ 2000 ആയപ്പോൾ ഇപ്പം നിത്യത വിശ്രമിക്കുന്ന PAB സാംസാറ്, നമ്മുടെ സുരേഷ് ബാബു പാസ്റ്ററുടെ ഏറ്റവും വലിയ സ്നേഹിതനായിരുന്നു, ഞങ്ങളുടെ ഓവർസിയർ. അദ്ദേഹം എനിക്ക് ചെല്ലയ്ക്കാട് ഇപ്പം ഇരിക്കുന്ന സഭ എഴുതി തന്നു. അവിടെ ചെന്നപ്പോൾ ഒരു കൊച്ചു സഭയാണ്, 10, 16, 17 വീട്ടുകാരുണ്ട്, ഒരു ചെറിയ ഹോളുണ്ട്. അവിടെ ചെന്നു. എറമ്പിക്കോട് ഒരു തോടുണ്ട്. അത് ഈ പഴയ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും മാടത്തരുവി കൊലക്കേസ് എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ കാലത്ത് വലിയ സിനിമ ഒക്കെ ഇറങ്ങിയതാണ്. ആ തോട് ഇങ്ങനെ ഒഴുകി ഇതിലൂടെ പോകുന്നത്. അതിലെ വരുന്നൊരു ചെറിയ റോഡ് കൊണ്ട് ഞാനവിടെ ചെറിയ പാഴ്സനേജ് പണിതു. താമസിക്കാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം അതിതീവ്ര മഴയുണ്ടായി. മേഘസ്ഫോടനം പോലുള്ള മഴയുണ്ടായി.
മലവെള്ളപ്പാച്ചിൽ വന്ന് ഈ തോടെല്ലാം കൂടെ നിറഞ്ഞ് ആറെല്ലാം കൂടെ കവിഞ്ഞ് ഞങ്ങളുടെ ഈ പാശനയെല്ലാം നിറച്ച് വെള്ളം. വെച്ചുച്ചിറ ഗ്രാമത്തിൽ നിന്ന് വന്ന ഞാൻ എൻ്റെ പെരയ്ക്കകത്ത് വീഴുന്ന ഈ മലവെള്ളം വന്ന് കയറി ഒരു സൈഡും കൂടെ അട്ടയും പുഴുവും പാമ്പും എല്ലാം കൊണ്ട് അരച്ച് കയറി വന്ന് പിള്ളേർ 3 പെൺപിള്ളി കുഞ്ഞുങ്ങൾ, കൊച്ചു പിള്ളേരാ. ഇതുങ്ങൾ കാറി അരച്ച് ഒന്ന് എൻ്റെ ദേഹത്തൂടെ കയറുന്നു, ഒന്ന് മേശപ്പുറത്ത് കയറുന്നു. അപ്പം സഭക്കാരെല്ലാം അവിടെ ഓടി വന്നു. അവർ അലമാരി പൊക്കി വെക്കുന്നു, കട്ടിൽ വെക്കുന്നതനുസരിച്ച് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, വെള്ളത്തിന് മനസ്സിലായി ഇവർ പൊക്കിത്തരാൻ തയ്യാറാണ്, ഞാൻ കയറാൻ. ഹല്ലേലൂയ. അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിനി ഒന്ന് പ്രാർത്ഥിക്കാം. ഉടനെ അവർ പറഞ്ഞു എൻ്റെ പാസ്റ്ററെ തുലാമഴയാണ്, ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ അങ്ങനെ. ഞാൻ പറഞ്ഞു അല്ല, എന്നാലും വിശ്വാസമുള്ള 4 പേര് വരാൻ പറഞ്ഞു. ഒരു 5-8 പേര് വന്നു. ഞങ്ങൾ കൈ കോർത്ത് പ്രാർത്ഥിച്ചു. ആ വെള്ളത്തിൻ്റെ വരവ് നിന്നു. ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഈ പാശ്നയിലെ വെള്ളം ഇറങ്ങി ഞങ്ങളുടെ മുറ്റത്ത് ചെന്നു. ആ വെള്ളം ഇങ്ങനെ 2 ദിവസം കടന്നു കിട്ടും. അപ്പോൾ റോഡ് വരെ കവിഞ്ഞ് കിടക്കുക. റോഡേതാ കണ്ടമൊന്നും അറിയത്തില്ല കിടക്കുക. അപ്പോൾ വെള്ളം കാണാൻ ഞങ്ങളുടെ വിശ്വസക്കാരും ഞാനും വെള്ളത്തിലായത് കാണാനായിട്ടൊക്കെ വന്നു. സ്തോത്രം. അപ്പോൾ അവരെല്ലാം കൂടെ വന്നപ്പോൾ ഞാനിങ്ങനെ റോഡിലിറങ്ങി നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള സാധനമൊക്കെ ആയിട്ട് കുറച്ച് അവന്മാരെ കണ്ണിങ്ങനെ വെച്ച് നോക്കിക്കൊണ്ട് ചുമന്ന മഞ്ഞ കല്ലിട്ടിട്ട് പോകുന്നു. അപ്പം ഞാൻ ചോദിച്ചെന്തുവാ? അന്നേരം ഈ റോഡ് നാഷണൽ ഹൈവേ ആകുകയാണ്, ഇത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ആയിട്ട് പണിയാൻ പോവാണ്. സ്തോത്രം എന്ന് പറഞ്ഞു. ഈ പുഴ നിറഞ്ഞു നിൽക്കുന്ന പുഴയുടെ തീരം രാജവീതിയുടെ ഓരം. പ്രൈസ് ദി ലോർഡ്. ഈ 93 പ്രവചിച്ച യോനാച്ചാൻ ആ വർഷം തന്നെ മരിച്ചു. ഇത് 2001 സംഭവിക്കുകയാണ്. അദ്ദേഹം മരിച്ചിട്ട് 9 വർഷമായി. പക്ഷെ അന്നേരം എൻ്റെ കാതിൽ കേൾക്കുകയാണ്, പുഴയുടെ തീരത്ത് രാജവീതിയുടെ ഓരത്ത് നിനക്ക് ഞാൻ ശുശ്രൂഷാവേദി ഒരുക്കും. ഹല്ലേലൂയ പറയണം. പ്രവാചകൻ മരിച്ചു, പ്രവചനം മരിച്ചില്ല. ഇന്ന് രാത്രി മരിക്കാത്തൊരു ദൈവ ശബ്ദമുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് അനേകർക്കൊരു സങ്കേത നഗരമായിരിക്കും. ഞാൻ അന്നേരം പോയി പെയിന്ററെ വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ ചർച്ചോക്കോട് എന്നുള്ള ആ പേരിന്റെ ബോർഡ് അങ്ങോട്ട് മായിച്ചു. പുതിയൊരു ബോർഡ് എഴുതി. ആരും ഇടാത്ത പേര്, എല്ലാവരും ഇടുന്ന പേര് ശാലേമെന്നും ഒക്കെ ഇടുന്നത്, ബദേലെന്നൊക്കെയാണ്. ഞാൻ എഴുതി റെഫ്യൂജ് സിറ്റി ചർച്ച്. കേരളത്തിൽ എനിക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞില്ല. 93 പറഞ്ഞ ദൂത് 2001 ഞാൻ എഴുതി വെച്ചു, സങ്കേത നഗരം. സ്തോത്രം. അത് കഴിഞ്ഞ് ഞാൻ ബൈബിൾ കോളേജ് ആരംഭിച്ചപ്പോൾ എഴുതി രഹബോത്ത്. അത് അനേകർക്ക് സങ്കേത നഗരം, നിനക്കൊരു രഹബോത്തുമായിരിക്കും. ഒരു സ്തോത്രം പറയണം. ദൂത് മരിക്കത്തില്ലെന്നേ. ഈ 15-ാമത്തെ രാത്രിയിൽ ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ദൂത് മരിക്കത്തില്ല. ദൂത് നിവർത്തിക്കാൻ പറഞ്ഞ ദൈവം വിശ്വസ്തനാണെങ്കിൽ നീ ഇന്ന് രാത്രി ഏറ്റെടുത്ത ഇതുവരെ കാണാത്തവയെ കുറിച്ച് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൺവെൻഷനിൽ അഭിഷേക്തം പ്രസംഗിച്ചു. ആ ഓഡിറ്റോറിയം മുഴുവൻ ഇപ്പം നല്ല മനോഹരമാക്കി വീണ്ടും പണിതു. അല്ലല്ലോ, ഇന്നലെ എവിടെ വെച്ച് മീറ്റിംഗ് ആയിരുന്നു. ഒന്ന് സ്തോത്രം പറയണം. അനേകർക്ക് സങ്കേത നഗരമായി. ആള് വന്ന് കയറിക്കൊണ്ടിരിക്കുക. എനിക്ക് രഹബോത്തായിരുന്നു. എന്നെ ദൈവം ഇവിടെ എനിക്ക് ഇടമുണ്ടാക്കി, ഇവിടെ എന്നെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അവിടെ സ്ഥലം മേടിച്ചു, അവിടെ വീട് വെച്ചു, അവിടെ താമസിക്കുക. കുഞ്ഞുങ്ങളെ 3 പേരെ പഠിപ്പിച്ചു, 3 പേരെ കെട്ടിച്ചു, 3 പേരും 3 രാജ്യങ്ങളിലായി. ഇതെല്ലാം ദൈവം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ദൂത് പറഞ്ഞവൻ വിശ്വസ്തനാണ്. ഒന്ന് ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ തയ്യാറുണ്ട്. ദൈവാത്മാവ് ഊവെന്ന് പറഞ്ഞാൽ ഊവെന്ന, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് ഈ രാത്രി സഭയോട് പ്രവചിച്ചു പറയുന്നു. വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോകുകയാ. ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ 2 കരം ആഞ്ഞടിച്ചൊരു നിമിഷം ദൈവത്തെ ആരാധിച്ച് ഇതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഓ ജിബലമന ദുരജനകൾ കമനവ ദുരജാനകൾ ശബ്ദൽ പ്രമനാദരാജന. ഹല്ലേലൂയ. ദൂത് നിവർത്തിക്കുമോ? പറഞ്ഞാട്ടെ. നിങ്ങളുടെ വിശ്വാസമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാണ്. 2 പേരുടെ വിവാഹം 23 വയസ്സിനകത്ത് നടന്നു. ഞാൻ ആലോചിച്ച കല്യാണമാണ്.
പിള്ളേരാലോചിച്ചല്ല. ഞാനിങ്ങനെ പ്രസംഗിച്ച് അടക്കം മാത്രമല്ല, വീട്ടുകാരും നോക്കുന്നുണ്ട്. മൂന്നാമത്തെ കൊച്ച് മെഡിസിനൊക്കെ പഠിച്ച് വന്നപ്പോഴത്തേന് പ്രായം 26 കഴിഞ്ഞു. കല്യാണം അങ്ങോട്ടാകുന്നുമില്ല. പക്ഷേ പ്രവാചകൻ വന്ന് പറയാണ് 2021 ഡിസംബർ 31 മുമ്പേ നിന്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഈ ദൂത ചാടിപ്പിടിക്കുന്ന ആളാണ്. ഈ ദൈവദാസൻ പണ്ട് എന്നോട് പറഞ്ഞ ഒരു ദൂതുണ്ട്, 94 പറഞ്ഞ്. ഞാനത് ചാടിപ്പിടിച്ച ആളാണ്. ഞാൻ ദുബൈയിലിരിക്കുമ്പം ബില്യല്ലി എന്ന് പറഞ്ഞ ദൈവദാസൻ അവിടെ വെച്ചൊരു ദൂത് പറഞ്ഞു. വലിയ 10-15,000 പേരുള്ള വലിയ മീറ്റിംഗ്. ഞാൻ ചാടിയൊക്കെ എഴുന്നേറ്റു. ദുബൈ ആണെന്നൊന്നും ഓർത്തില്ല. ഞാൻ ദൂത് കേട്ടാൽ ചാടി പിടിക്കും. അതെൻ്റെ പ്രത്യേകതയാണ്. സ്തോത്രം. അതെല്ലാം നിറവേറിക്കൊണ്ട് ചാടി പിടിച്ചോണം. നിന്റെ വാക്തത്വം നീ കയറി പിടിച്ചോണം. അത് മറ്റൊരാൾ പിടിക്കാൻ അവസരം കൊടുക്കരുത്. നല്ല ലളിയ പറഞ്ഞേ. 2021 ഡിസംബർ മാസം 10-ാം തീയതി ആയി, 11-ാം തീയതി ആയി, 31 ആകാൻ 20 ദിവസം കൂടെ ഉള്ളൂ. സ്തോത്രം. ആലോചന വന്നിട്ട് വേണ്ടേ കല്യാണം നടക്കാൻ. സ്തോത്രം. അങ്ങിരിക്കുമ്പോൾ 11-ാം തീയതി എന്നെ ഒരാൾ തിരുവല്ലാന്ന് വിളിച്ചു. പാസ്റ്റർ അവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇന്നിവിടെ ഉണ്ട്. തിരക്കില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരട്ടെ. ഞാൻ പറഞ്ഞു വന്നു, ഒരു കുഴപ്പമില്ല. മോൾ അവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു മോളുണ്ട്. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വരും, 5-6 പേര് കാണും. വന്നു. 11-ാം തീയതി വന്നു. പാസ്റ്റർക്ക് അങ്ങോട്ടെപ്പം വരാൻ നോക്കും. ഞാൻ പറഞ്ഞു ഇന്നാണേ വരാം. എന്നാൽ ഇന്ന് പോരെ. രാവിലെ അവർ 10-ന് വന്നു, ഞാൻ 3-ന് അവിടെ ചെന്നു. സ്തോത്രം. വാക്ക് പറഞ്ഞു. 16-ാം തീയതി ഉറച്ചു, 23-ാം തീയതി കല്യാണം. അവരെ കുടുംബമായിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലുണ്ട്. ഒരു ഹല്ലേലൂയ പറയണം. ഡേറ്റ് മാറത്തില്ല. ഡേറ്റ് മാറത്തില്ല. ദൈവം പറഞ്ഞ ഡേറ്റ് മാറത്തില്ല. വിശ്വസിക്കുന്നവർ രാത്രി വിട്ടുകൊടുത്ത് ആരാധിക്കണം. നിന്റെ കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദൂതുകളെ അങ്ങനെ നിവർത്തിക്കാൻ യേശു മതിയായവനാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? അതുവരെ കാണാത്തത് ഡിസംബർ 11 വരെ കണ്ടില്ല. ഡിസംബർ 11-ാം തീയതി 3 മണിക്ക് കണ്ടു. 16-ാം തീയതി ഉറച്ചു. 23-ാം തീയതി നടന്നു. കാണാത്തതിനെ കുറിച്ച് അരുളപ്പാട്. നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, നിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നിന്റെ സഭയോടുള്ള ബന്ധത്തിൽ ഈ രാത്രി പ്രവചനാത്മാവ് ഞാൻ പറയുന്നു, ദൈവം ചിലത് കാണാത്തതിനെ കാണിക്കാൻ പോകുകയാ. ഏറ്റെടുക്കുന്നവര് മാത്രം ഈ രാത്രി ആരാധിക്കട്ടെ. ഇതുവരെ കാണാത്തതിനെ കുറിച്ച് വിശ്വസിക്കുന്നവര് മാത്രം വിട്ടുകൊടുത്ത് ആരാധിച്ചോ. ഇതുവരെ കാണാത്ത ചിലത് ഇപ്പൊ ലൈവില് എൻ്റെ ഒരു സ്നേഹിതനുണ്ട് ദുബൈയില്. അനുഗ്രഹനായ ഒരു ഭക്തനായ മനുഷ്യനാണ്. അദ്ദേഹം വലിയ ഒരു കമ്പനിയുടെ ഉടമസ്ഥനും നല്ല നിലയിൽ ജീവിച്ച ഒരു ഭക്തനായ മനുഷ്യനാണ്. തൻ്റെ പെങ്ങള് ഡോക്ടറുടെ കല്യാണം നടത്താൻ വേണ്ടി നാട്ടിൽ വന്ന് തിരിച്ചു ചെല്ലുമ്പോൾ തൻ്റെ കമ്പനിയും പോയി, കാശും പോയി, എല്ലാം പോയി. ആകെ ഭാര്യയുണ്ട്, 3 പിള്ളേരും ഉണ്ട്, 200 ദിർഹംസും ഉണ്ട്. ബാക്കിയെല്ലാം പോയി. 200 ദിർഹംസ്. 8 വർഷമായിട്ട് 200 ദിർഹംസും കൊണ്ട് ദുബായ് ജീവിക്കുക. പാസ്പോർട്ടില്ല, വിസ ഇല്ല, ആകെ പ്രശ്നം. സ്തോത്രം. ഒരു രാത്രി അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ദീപന്തക്കോസിലൊരു മൂപ്പനായിട്ട് എന്നെ കാണിക്കുകയാണ്. ഞാൻ അവിടുത്തെ മൂപ്പനല്ലേ, തെറ്റിദ്ധരിക്കല്ലേ. പക്ഷെ ഞാൻ ഈ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് വരുമ്പോൾ അങ്ങനെ ധരിക്കും. സ്തോത്രം. അപ്പോൾ എന്നെ കാണുകയാണ്. കണ്ടിട്ട് എൻ്റെ പേരും എൻ്റെ ഫോൺ നമ്പറും കൊടുക്കുക. ദുബൈയിൽ കാണാത്തത് കാണുക. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ദുബൈയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന അദ്ദേഹം കാണുക. സ്തോത്രം. ഒരു രാത്രി എന്നെ വിളിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ആ ബന്ധം ഇപ്പോൾ ഒരു അപ്പനും മോനും പോലായി. സ്തോത്രം. പാസ്പോർട്ടും കിട്ടി, വിസായും കിട്ടി, കുഞ്ഞുങ്ങളുടെ പഠിത്തവും നടക്കുന്നു, എല്ലാം നടക്കുക. അതുവരെ കാണാത്തത്
ഞാൻ ആരാന്ന് പോലും അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം ദീപന്തിക്കോസുകാരനായിരുന്നു. അതുകൊണ്ട് മൂപ്പനെ കണ്ട്. ഇപ്പം അല്ല, ഇപ്പം നമ്മുടെ കൂടെ ഹല്ലേലൂയ പറയണം. പക്ഷെ അതുവരെ കാണാത്തൊരു കാര്യം രാത്രി കാണുക. കണ്ടത് ആ മനുഷ്യൻ വിശ്വസിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ മനുഷ്യനെ ശക്തമായി ഉപയോഗിക്കുക. ഇപ്പൊ ലൈവിൽ ആ ഭക്തനുണ്ട്. ഇന്ന് രാത്രി നീ കാണാത്തത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ചിലത്, നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരുക്കുന്ന ചിലത്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ചിലത്, നിന്റെ സഭയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഇതുവരെ കാണാത്തതിനെ കുറിച്ച് ഈ രാത്രി ആത്മാവ് ശക്തമായി പ്രവചിച്ചിടപെടുകയാ. ഇതുവരെ കാണാത്തവയെ കുറിച്ച്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറും? എന്തേലും മറുപടി മേടിച്ചുകൊണ്ട് ആരും പോകല്ല. പിന്നെ നീക്കുണ്ടാകുന്ന പോലെ 5-6 പിള്ളേരുണ്ടായിട്ട് കാര്യവുമില്ല. ഉണ്ടായതല്ല, അവന്മാരുടെ പേര് പോലും നമുക്ക് ആർക്കും അറിയത്തില്ല. ഒന്നുണ്ടായാൽ മതി, പക്ഷെ അത് അറിയണം. അന്ന പ്രാർത്ഥിച്ചത് ആലയത്തിലെ വിളക്ക് കിട്ടു, ശുശ്രൂഷകന്റെ കണ്ണു മങ്ങി, വചനമില്ല, ദുർലഭമായി, വെളിപ്പാട് നിന്നു. എല്ലാം നിന്നപ്പോൾ ഈ തലമുറയിൽ വെളിപ്പാടുള്ള, വിളക്ക് കെടാതെ സൂക്ഷിക്കുന്ന, പെട്ടകത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു തലമുറയെ ആത്മാവിൽ കണ്ടു. നീ ഇന്ന് രാത്രി ചിലതൊക്കെ ആത്മാവിൽ കാണണം. ആത്മാവിൽ കാണുന്നത് അങ്ങനെ ചെയ്യാൻ ദൈവം മതിയായവനാ. വിശ്വസിക്കുന്നവര് മാത്രമേ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാവൂ. ലൈവിലുള്ളവരോട് പറയുന്ന ചിലതൊക്കെ നീ രാത്രി ആത്മാവിൽ കാണട്ടെ. നിന്റെ തലമുറയിൽ ഒരു ശൗമേലിനെ കാണട്ടെ. നിന്റെ തലമുറയിൽ ശക്തരായ ദൈവഭൃത്യന്മാരെ കാണട്ടെ. അഭിഷക്തന്മാര് നിന്റെ കൂടാരത്തിൽ എഴുന്നേൽക്കുന്നത് കാണട്ടെ. ദൈവം നിന്റെ കൂടാരത്തിൽ വരുന്നത് കാണട്ടെ. നിന്റെ തലമുറ കെട്ടഴിയുന്നത് കാണട്ടെ. പരാജയങ്ങളെ ജയമാക്കുന്നത് കാണട്ടെ. ഹല്ലേലൂയ. നോഗയുടെ 1000-1 തൻ്റെ ഇടയിലാത്ത നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആരാകുമെന്നറിയാം. ഞാനിപ്പോൾ കയറി വന്നപ്പോൾ അഭിഷേകനോട് പറഞ്ഞു, 450 അടി നീളം, പട്ടണത്തിന് എത്ര ദൂരം നിങ്ങൾ അളന്ന് 450 അടി നീളം, 300 മുഴമെന്ന് എഴുതിയേക്കുന്നത്. പക്ഷേ അടിക്കണക്കിന് അളന്നാൽ 450 ഫീറ്റ് നീളം, 75 ഫീറ്റ് വീതി, 45 ഫീറ്റ് ഉയരം, ഒരു നിലയ്ക്ക് 15 അടി പൊക്കം വെച്ച് 45 അടി, കംപ്ലീറ്റ് കോപ്പർ മരം. സ്തോത്രം. ബാങ്ക് അക്കൗണ്ട് ഇല്ല, ബാലൻസ് ഇല്ല, ഗോപർ മരത്തിന് തോട്ടവും ഇല്ല പുള്ളിക്ക്. എസ്റ്റേറ്റിൽ നിന്ന് മുറിച്ച് മാറ്റാനായിട്ട് ഗോപർ മരവും ഇല്ല. സ്തോത്രം. ഭാവി ദൈവം ഒരു വെളിപ്പാട് തരുമെന്ന് പറഞ്ഞ പുള്ളി റബ്ബർ മരം വെക്കുന്നതിനോട് ഗോപർ മരം വെച്ചേക്കൊന്നുമല്ല. സ്തോത്രം പറഞ്ഞാൽ. സ്തോത്രം. ഒന്നുമില്ലാത്തപ്പോൾ, സപ്പോർട്ടിന് ആരും ഇല്ലാത്തപ്പോൾ 8 പേരൊരു പ്രൊജക്റ്റ്. സഭ ഏറ്റെടുക്കാൻ തയ്യാറാണോ? സഭ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഇവിടെ ഒരു വെളിപ്പാട് ദൈവം നൽകിയിട്ടുണ്ട്. ആ വെളിപ്പാട് നിങ്ങളെ കൊണ്ട് ദൈവം പൂർത്തീകരിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. കോടികളാകട്ടെ. നിന്റെയിലുള്ള പൈസ അല്ലാത്ത ദൈവത്തിന്റെ പൈസ. ദൈവത്തിന്റെ പാണ്ഡികശാല പണമുണ്ടെന്ന്. അവൻ പുരാതന സമ്പത്തിന്റെ ഉടമയാ. അവൻ ഗുപ്തനിധികളുടെ ഉടമയാ. നീ എന്ന് പറഞ്ഞേ, അവൻ പുരാതന സമ്പത്തിന്റെ ഉടമയാ. അവന്റെ പക്കൽ ഒന്നിനും കുറവില്ല. ഈ ഉപവാസം കഴിയുമ്പോൾ പ്രൊജക്ടിന്റെ പണി തുടങ്ങണം. ഒരു ദിവസം പോലും വൈകരുത്. പ്രൊജക്ടിന്റെ പണി തുടങ്ങണം. ദൈവം പറയുന്നു, അത് ആരംഭിക്കുകയാ. ഒരു പുതിയ മഴയുടെ സീസൺ പോലെ. ഞാൻ പകല് പറഞ്ഞല്ലേ, എല്ലാ മനുഷ്യരും താഴോട്ട് നോക്കി നടക്കുന്ന ഒരു കാലത്ത്, ബോധിച്ചതിനെ നോക്കി നടക്കുന്ന കാലത്ത്, ഒരു മനുഷ്യൻ മാത്രം മേളോട്ട് നോക്കി നടക്കുക.
നാട്ടുകാർ ചോദിച്ചു, തനിക്കെന്നെ സുഖമില്ലടോ? ഇല്ലെന്നേ, ഞാൻ ഇതുവരെ കാണാത്തത് കാണാൻ പോകുകയാ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മഴയുടെ മേഘം കാണുന്നവൻ, കാർമേഘം കാണുന്നവൻ, മഴ പെയ്തിറങ്ങുന്നത് കാണുന്നവൻ, തന്റെ പെട്ടകം അതിന്റെ മീതെ ഉയരുന്നത് കാണുന്നവൻ, ഇന്ന് രാത്രി നിന്റെ വെളിപ്പാടുകളെ തലമൊന്ന് മാറ്റിയെടുത്തിട്ട് ഇതുവരെ കാണാത്തതിനെ കാണുവാൻ. ഓരാ ബാബാ ശാന്താരാധര വൈഡാരമന രഗൽഖനാധര. ഹല്ലേലൂയ. അവിടെ ഭക്തൻ പാടിയെ കാണുന്നു ഞാൻ വിശ്വാസത്താൽ. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വാസത്താൽ ചിലത് കാണുന്നുണ്ട്? അത് നടക്കുമെന്ന് പറഞ്ഞേ, ഉറക്കെ പറ. അത് നടക്കുമെന്ന് പറ, അത് നിവർത്തിക്കുമെന്ന് പറ, ആ വഴി തുറക്കുമെന്ന് പറ, ആ ശൂന്യത മാറുമെന്ന് പറ, ആ ദൈവപ്രവർത്തി നടക്കുമെന്ന് പറ. ഈ രാത്രി നിന്റെ ആദരങ്ങൾ കൊണ്ടൊന്ന് പറഞ്ഞു പ്രാപിച്ചേ. ചില ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുകയാ. ചില അധികാരങ്ങളുടെ സ്രോതസ്സുകൾ ദൈവം നിന്നെ പരമേൽപ്പിക്കുകയാ. ഇന്ന് രാത്രിയിൽ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ 27 സങ്കീർത്തനത്തിൽ പറയുന്നു, വാതിലുകളെ, തലകളെ ഉയർത്തുവീൻ, മുമ്പേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ്, പറഞ്ഞ എല്ലാരും കൂടെ, മഹത്വത്തിന്റെ രാജാവ്, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, പ്രവേശിക്കട്ടെ. നിന്റെ വീട്ടിൽ പ്രവേശിക്കട്ടെ, നിന്റെ മിനിസ്ട്രിയിൽ പ്രവേശിക്കട്ടെ, നിന്റെ സഭയിൽ പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അവനിരത് തുറക്കുകയാ, തുറക്കുകയാ, അവൻ തുറക്കുകയാ. അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല. ഈ രാത്രി മഹത്വത്തിന്റെ രാജാവ് നിന്റെ മുമ്പിൽ ചില തുറക്കുകയോ. യെസ് യെസ്. ഇരുട്ടിന്റെ ശക്തികൾ മാറിപ്പോകട്ടെ. ദേശത്തിന്റെ ആധിപത്യങ്ങളുടെ അടിത്തറകൾ ഇളകട്ടെ. ഓ, ഉയർന്നു നിൽക്കുന്ന പൈശാചിക മേഖലകളുടെ മേൽ ഇതിനകത്ത് ആത്മാവിന്റെ വെട്ടേക്കട്ടെ. ഒരു നിമിഷം ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ദൈവത്തിന്റെ സഭയുടെ വളർച്ചയ്ക്കെതിരെ ഉയർന്നു നിൽക്കുന്ന എപ്പസോസിലെ അർത്തമീസ് പോലെ മേഘത്തിൽ നിന്ന് പൊട്ടി വീണ ദേവശക്തി എന്ന് പറഞ്ഞ് ഉയർന്നു നിന്നുകൊണ്ട് ജനത്തെ വഞ്ചിച്ച്, ജനത്തെ വശീകരിച്ച്, അതുണ്ടാക്കുന്ന തട്ടാന്മാരും അതുണ്ടാക്കുന്ന കൊല്ലന്മാരും, ഓ ഹല്ലേലൂയ, അതിന്റെ മന്ത്രവാദ പുസ്തകങ്ങളും ഒക്കെയായി ഉയർന്നു നിൽക്കുന്ന ചില പോരുകളെ ഇന്ന് രാത്രി വേരോടെ അർത്തമീസിനെ മറിച്ചതുപോലെ, ഓ, യേശുവിന്റെ നാമത്തിൽ വെട്ടേക്കട്ടെ. ഞങ്ങൾ അഭിഷക്തനാണ്, ഒരുമിച്ച് ആ പോരിനെ ശാസിക്കുകയാണ്. ഇന്ന് രാത്രി അർത്തമീസ് പോലെ നിൽക്കുന്ന ചില വ്യാപാരങ്ങളെ ദൈവത്തിന്റെ ആത്മാവിൽ വെട്ടിമാറ്റുകയോ. ഏറ്റെടുക്കുന്നവര് മാത്രം ഈ രാത്രി ആരാധിക്കട്ടെ. അതവിടെ ഇല്ല, അതവിടെ ഇല്ല. ഈ രാത്രി അതിനെ വേരോടെ പറിക്കുകയാ, വേരോടെ പറിക്കുകയാ. ദൈവത്തിന്റെ കാറ്റടിക്കുന്ന രാത്രിയാ, ദൈവത്തിന്റെ കാറ്റടിക്കുന്ന രാത്രിയാ. ഇതിനെ വേരോടെ പറിക്കുന്ന ദൈവത്തിന്റെ കാറ്റ് ഈ രാത്രി പട്ടണത്തിൽ അടിക്കുകയാ. ഇതൊരു സാധാരണ ഉപവാസമല്ല, അസാധാരണമായ ഒരു ദൈവകൃപ ഈ രാത്രി പട്ടണത്തിൽ വ്യാപരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ദൈവസന്നിധാനം ഒന്ന് എഴുന്നേക്കാം. ജീസസ്, ജീസസ്, ഹല്ലേലൂയ. ഇതുവരെ കാണാത്തവ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. എത്ര പേര് വിശ്വസിക്കുന്നു? ആ കരങ്ങൾ മാത്രം ഉയരട്ടെ. ഇപ്പോൾ ലൈവിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ ഏത് ഭൂഖണ്ഡത്തിലായാലും ഏത് രാജ്യത്തിലായാലും നിന്റെ ജോലി ടൈമാണെങ്കിലും ഒരു നിമിഷം നീ പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കുക. നീ ഇതുവരെ കാണാത്തത്, ഇനി നീ കാണത്തില്ലെന്ന് പിശാച് വാദിച്ചത്
നിന്റെ തലമുറ കാണത്തില്ലെന്ന് ഉട്ടൻ പറഞ്ഞത് ഇന്ന് രാത്രി കാണാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ! ഇതൊരു അരുളപ്പാടാണ്, ഇതൊരു അരുളപ്പാടാണ്. ഇതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് ലഭിച്ചിരിക്കുകയാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ! ആ സൗഖ്യം നടക്കാൻ പോകുകയാ, ആ വഴി തുറക്കാൻ പോകുകയാ, ആ പരാജയം ജയമാകാൻ പോകുകയാ, ആ പുരാതന ശൂന്യത മാറാൻ പോകുകയാ, ആ ഉറവ വെളിപ്പെടാൻ പോകുകയാ. ഓ ചിലതൊക്കെ ഈ രാത്രി കിണർ പൊങ്ങി വന്നതുപോലെ പൊങ്ങി വരാൻ പോകുകയാ. പരിശുദ്ധ കർത്താവേ, ഒരവസരം കൂടെ ദൈവാത്മ നിയോഗത്തോടെ നിന്റെ ജനത്തിന് നടുവിലായിരിക്കാൻ കൃപ തന്നല്ലോ. കേട്ട വചനങ്ങൾ ഇവർക്ക് അനുഗ്രഹമാകട്ടെ. ഈ രാത്രി അത് വിശ്വാസമായി പരിണമിക്കട്ടെ, അത് അത്ഭുതങ്ങളായി പരിണമിക്കട്ടെ, അത് അടയാളങ്ങളായി പരിണമിക്കട്ടെ, അത് വീര്യപ്രവൃത്തിയായി പരിണമിക്കട്ടെ. നിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഈ കൂടാരങ്ങളിൽ കയറി ചെല്ലട്ടെ. അബ്രഹാമിന്റെ വീട്ടിലേക്ക് കയറി വന്നതുപോലെ ഇന്ന് രാത്രി ഇവരുടെ കൂടാരങ്ങളിലേക്ക് ആ സാന്നിധ്യം കയറി വരട്ടെ, ആ സാന്നിധ്യം കയറി വരട്ടെ, ആ സാന്നിധ്യം കയറി വരട്ടെ. വാഗ്ദത്തങ്ങളെ നോക്കിക്കാണാൻ, വാഗ്ദത്ത സന്തതികളെ നോക്കിക്കാണാൻ, വാഗ്ദത്തം ചെയ്തവനെ കാണാൻ, വാഗ്ദത്ത തലമുറയ്ക്ക് വേണ്ടി കരുതിയ കരുതല് കാണാൻ ഇവരുടെ കണ്ണുകൾ തുറക്കട്ടെ. ഇതുവരെ കാണാത്തത് കാണുവാൻ. ഓ